അധ്യായം 101. നിലനിൽപ്പുള്ള വിജയമുണ്ടാവണമെങ്കിൽ അവിടെയൊക്കെ കള്ളത്തരം ഉപേക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കള്ളത്തരങ്ങൾ ഉപേക്ഷിക്കാതെ നമ്മുടെ വിജയങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാവില്ല. കള്ളത്തരത്തിലൂടെ നേടുന്ന വിജയമെല്ലാം ഒരിക്കൽ തകരുക തന്നെ ചെയ്യും. പെട്ടെന്ന് വിജയിക്കാൻ വേണ്ടി പല കള്ളത്തരങ്ങളും ചെയ്താൽ നാളുകളിൽ അതിൻ്റെ പരിണിതഫലം നേരിടേണ്ടി വരും എന്നത് മറക്കാതിരിക്കുക. കള്ളത്തരത്തിലൂടെ നേടുന്ന നേട്ടങ്ങൾ നമ്മൾ ആർക്കും തന്നെ അധികകാലം സന്തോഷവും സമാധാനവും നൽകാൻ കഴിയില്ല. കള്ളത്തരം നമ്മുടെ ഭാഗത്തുണ്ടായാൽ മറുഭാഗത്തു ഏതെങ്കിലും വ്യക്തി അതിൻ്റെ പേരിൽ ഒരുപക്ഷെ സങ്കടപ്പെടുന്നുണ്ടാകും എന്നത് മറക്കാതിരിക്കുക. കള്ളത്തരം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മുന്നോട്ടുള്ള നമ്മുടെ വളർച്ചയെ സാരമായി തന്നെ ബാധിച്ചേക്കാം. നമ്മുടെ ഭാഗത്തു നിന്നും കള്ളത്തരങ്ങളുണ്ടായാൽ നാളുകൾ നമ്മൾക്ക് സന്തോഷവും സമാധാനവും നഷ്ടമായേക്കാം. ആരോടും നമ്മുടെ ഭാഗത്തു നിന്നും കള്ളത്തരം ഉണ്ടാവാതിരിക്കട്ടെ. കള്ളത്തരം ഉപേക്ഷിച്ചുകൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ. അധ്യായം 102. നമ്മളിൽ പലരും പലപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ കള്ളത്തരമാണെങ്കിൽ പോലും ഒരുപക്ഷേ കാണിക്കാറുണ്ടായിരിക്കും. കള്ളത്തരത്തിലൂടെ നേട്ടങ്ങൾ ഒരുപാട് നേടിയാലും അതിൻ്റെ മറുവശത്ത് ഒത്തിരി വേദനയും ദുരിതവും അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യരും ഉണ്ടാകും. കള്ളത്തരത്തിലൂടെ എന്തൊക്കെ നേടിയാലും അതൊന്നും ഒത്തിരി കാലം നിലനിൽക്കുന്നതല്ല. നിസ്സാര ലാഭത്തിന് വേണ്ടി കള്ളത്തരം കാണിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിസ്സാരമല്ല. അതിൻ്റെ കാര്യഗൗരവം നമ്മൾക്ക് എളുപ്പം പിടികിട്ടണം എന്നില്ല. ഇന്നിപ്പോൾ കള്ളത്തരം കാണിച്ചതിലൂടെ ഒത്തിരി മനുഷ്യരുടെ ജീവൻ ഇല്ലാതെയായി പോയിട്ടുണ്ട്. കള്ളത്തരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. കള്ളത്തരം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം കൈവരിക്കാൻ പലപ്പോഴും സാധിക്കുകയുള്ളൂ. മുന്നോട്ടുള്ള ജീവിതത്തിൽ സമാധാനം കൈവരിക്കാൻ കള്ളത്തരം ഒഴിവാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കള്ളത്തരം ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്കും കള്ളത്തരം ചെയ്യുന്നതിന് ഒരിക്കലും പ്രചോദനമാകരുത്. നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള കള്ളത്തരത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരിക്കലും ഒരുപക്ഷെ നമ്മളെക്കൊണ്ട് നികത്താനാകാത്തതായി മാറിയേക്കാം. കള്ളത്തരം കാണിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നത് അന്നേരം കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമാണ്. അതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി യാതൊരു ചിന്തയും ഒരുപക്ഷെ അവരിൽ ഉണ്ടാകുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും കള്ളത്തരം ഒഴിവാക്കി നേരായ വഴിക്ക് സഞ്ചരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കള്ളത്തരം എത്രയൊക്കെ മറച്ചു വെച്ചാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കള്ളത്തരം ഇല്ലാത്ത സമാധാനം നിറഞ്ഞ ലോകം നമ്മളേവർക്കും സാധ്യമാകട്ടെ. മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും വില നൽകുന്നവർ ആരും തന്നെ കള്ളത്തരം ചെയ്യാൻ ഒരുപക്ഷെ തുനിയുകയില്ല. കള്ളത്തരം കാണിക്കാതെ സത്യസന്ധമായി മാത്രം മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മളേവർക്കും സാധിക്കട്ടെ. ലോകത്തിൻ്റെ എവിടെയും കള്ളത്തരം ഉണ്ടായാൽ ലോകത്തിൻ്റെ വളർച്ച തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോയേക്കാം. എത്ര സമ്പാദ്യം കയ്യിൽ കിട്ടിയാലും അതൊന്നും തനിക്ക് വേണ്ടി ചെലവഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന നന്മ നിറഞ്ഞ മനുഷ്യരും ഉണ്ട് ഇവിടെ. എങ്ങനെ കള്ളത്തരം കാണിക്കാമെന്നുള്ള ചിന്തയിൽ നിന്നും എങ്ങനെ കള്ളത്തരം ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ ഇനിയുള്ള കാലം നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 103. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സങ്കടങ്ങളും ദുരിതങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും മോശമായ അനുഭവങ്ങളും ഉണ്ടായെന്ന് വന്നേക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്കുണ്ടായ അനുഭവ പാഠങ്ങളിൽ നിന്നും നമ്മളെടുത്ത തീരുമാനങ്ങളാണ് ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലകളിൽ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കാലമാണ് തീരുമാനിക്കുക. കഴിഞ്ഞ കാലങ്ങൾ മറക്കരുത്. കഴിഞ്ഞ കാലമാണ് ഇന്ന് നമ്മൾക്കുള്ള വിജയത്തിനുള്ള അടിത്തറ പാകിയത്. തോൽവികളിൽ നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ട് പോകുവാൻ കാണിച്ച മനസ്സാണ് നമ്മൾക്ക് തോൽവികളെ അതിജീവിക്കാൻ സാധിച്ചത്. തോൽവികൾ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. തോൽവി ഉണ്ടാവാനുള്ള കാരണം കണ്ടെത്തിയാൽ മാത്രമേ മുന്നോട്ട് വിജയ സാധ്യത കാണുകയുള്ളൂ. കഴിഞ്ഞ കാലത്തിൽ ജീവിക്കാതെ ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞ കാലത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഈ നിമിഷം നമ്മൾ പാഴാക്കിയാൽ നാളുകളിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമിക്കാൻ ഇടവന്നേക്കാം. അത് ഒഴിവാക്കാൻ ഈ സമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലോകത്ത് അനവധി കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യവും നമ്മൾ അറിയേണ്ടതില്ല. നമ്മൾക്ക് വളരാൻ ആവശ്യമായവ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ഉപകാരപ്രദമാകണം. കഴിഞ്ഞ കാല മോശ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കയറേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ആകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകൾ നമ്മൾക്ക് സുഖപ്പെടാൻ ഇന്ന് ഈ നിമിഷത്തിലായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുക. കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മൾക്ക് എന്നും മുതൽക്കൂട്ടായിട്ട് മാറട്ടെ. അധ്യായം 104. എല്ലാവരും ആഗ്രഹിക്കുക സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായി കഴിയാനാണ്. ചിലർക്ക് ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരാം, ചിലർക്ക് പട്ടിണിയിൽ കഴിയേണ്ടി വരാം. സാഹചര്യമായിരിക്കും അവരെ അങ്ങനെ ആക്കിയത്. നമ്മളെത്ര സമ്പന്നരാണെങ്കിലും നിമിഷ നേരം മതി സമ്പത്ത് നമ്മൾക്ക് നഷ്ടപ്പെടാൻ. ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ ആർക്കായാലും കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. നമ്മൾക്കുള്ള അവസ്ഥകളെ സ്വയം അംഗീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് സമാധാനവും സന്തോഷവും നമ്മൾക്ക് ഒരു പരിധിവരെ ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെപ്പോലെ
ആകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അടിപതറിയേക്കാം. ഓരോ മനുഷ്യരും നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. നമ്മുടെ കഷ്ടപ്പാടിന് മറ്റുള്ളവർ പലപ്പോഴും വില നൽകണമെന്നുമില്ല. ഇന്നലകളിൽ നഷ്ടങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ട് നീറി കഴിയാതെ നമ്മൾ പരിശ്രമിക്കുക. നമ്മളുടെ വിഷമങ്ങൾ നമ്മളെ വിട്ടകലാൻ നമ്മുടെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. ഇനിയുള്ള കാലം ദാരിദ്ര്യത്തിൽ കഴിയണോ അതോ സമ്പന്നതയിൽ കഴിയണോ എന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സമ്പന്നതയിൽ കഴിയാൻ നിരന്തരം നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 105. കഴിവുകൾ ഇല്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ കഴിവ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത്. കഴിവുകൾ കണ്ടെത്തി അതൊക്കെ നിരന്തരമായ ശ്രമത്തിലൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഓരോ സാഹചര്യങ്ങളാണ് ആ സാഹചര്യം നേരിടാനുള്ള കഴിവുകൾ സ്വന്തമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ജന്മന കഴിവുള്ളവർ ആയിരുന്നില്ലല്ലോ. പല കാര്യത്തിലും കഴിവുള്ളവർ ആയത് അതിനായി പരിശ്രമിച്ചത് കൊണ്ടാണല്ലോ. നിരന്തരം ക്ഷമയോടെ പരിശ്രമിച്ചാൽ പല കഴിവുകൾ നമ്മൾ ഓരോരുത്തർക്കും ഒരു പക്ഷേ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. എന്ത് തരത്തിലുള്ള കഴിവുകളായിക്കോട്ടെ അത് വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിവുകൾ വികസിക്കാനുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളിലെ നല്ല കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക. നമ്മുടെ കഴിവുകൾ സമൂഹത്തിന് ഉപകാരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുടെ കഴിവുകളുമായി ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. അധ്യായം 106. പല സന്ദർഭങ്ങളിലും ഓരോ കാര്യത്തിന് വേണ്ടിയും കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം. ഒരു കുഞ്ഞു ജനിക്കാൻ നിശ്ചിത മാസങ്ങൾ കാത്തിരിക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഫലത്തിനായി കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്ത് കാര്യത്തിനും അതിൻ്റെതായ സമയം കാത്തിരുന്നേ മതിയാകുള്ളൂ. കൃത്യമായി കാത്തിരിപ്പ് സമയം കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഉള്ളവയൊക്കെ എന്തെങ്കിലും അപാകതകൾ ഒരു പക്ഷേ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. പലരുടെയും നേട്ടങ്ങൾ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതല്ലോ, നാളുകളായിട്ടുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഫലം ആയിരിക്കും. നമ്മുടെ ഓരോ പ്രവർത്തികളും വളരെയേറെ ജാഗ്രതയോടെ ആകേണ്ടതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പരിണിത ഫലം നമ്മൾക്ക് ഉണ്ടായേക്കാം. കാത്തിരിപ്പിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വർഷങ്ങൾ കാത്തിരുന്നാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. നേട്ടങ്ങൾക്കായി പരിശ്രമിച്ചുകൊണ്ടുള്ള നമ്മുടെയൊക്കെ കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തിയിൽ എത്തട്ടെ. അധ്യായം 107. നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾക്ക് പിന്നിൽ പല കാരണങ്ങളും കാണും. നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കാനും നിസ്സാര കാരണം മതി. മറ്റൊരാളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും കാരണമാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതം വളരെ ലളിതമായ കാലം മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ആ കാലം അത്രയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നൽകാൻ സാധിക്കട്ടെ. മറ്റുള്ളവരുടെ വളർച്ചയ്ക്കല്ലാതെ നാശത്തിന് നമ്മൾ ഒരിക്കലും കാരണക്കാർ ആവരുത്. ലോകത്തിൽ നന്മകളും തിന്മകളും ഉണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആയിരിക്കും ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ പ്രചോദനത്തിന് കാരണമാകുക. നമ്മുടെ ജീവിതത്തിൽ തോൽവികളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമം ആവശ്യമാണ്. ഏത് തോൽവിക്ക് പിന്നിലും ഏത് സങ്കടത്തിന് പിന്നിലും ഏത് നഷ്ടത്തിന് പിന്നിലും ഓരോരോ കാരണങ്ങളുണ്ടാവും. ഇതെല്ലാം ഒരു പക്ഷേ എളുപ്പം കണ്ടെത്താനും പരിഹരിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ചില നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നത് അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നല്ല പ്രവർത്തികൾ വരും നാളുകളിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനുള്ള പ്രചോദനത്തിന് കാരണമായി തീരട്ടെ. അധ്യായം 108. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുക എന്നത്. നമ്മൾക്ക് കഴിവും അറിവും കിട്ടിയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് കൂടി കാരുണ്യപ്രവർത്തികൾ ചെയ്യാനാണ്. നമ്മുടെ മനസ്സറിഞ്ഞ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാകരുത് നമ്മുടെ കാരുണ്യപ്രവർത്തികൾ. നമ്മൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ പ്രതിഫലം ആഗ്രഹിച്ചാവരുത്. പ്രതിഫലം ആഗ്രഹിക്കാതെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഇന്നലകളിൽ ചെയ്ത കാരുണ്യപ്രവർത്തികളായിരിക്കും ഒരുപക്ഷെ ഇന്ന് നമ്മളെ വളരെയേറെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്തിയിട്ടുണ്ടാവുക. നമ്മൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ കണ്ടും കേട്ടും പഠിക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ്. നമ്മുടെ കാരുണ്യപ്രവർത്തികൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്കും കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ തോന്നട്ടെ. അധ്യായം 109. നമ്മളിൽ പലർക്കും പലപ്പോഴും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ഒത്തിരി ആഗ്രഹമുണ്ടാകും. പക്ഷേ എങ്കിൽ അതൊന്നും ഒരിക്കലും സാധ്യമായ കാര്യമല്ലല്ലോ. ഇന്ന് നമ്മൾ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും നാളുകളിൽ നമ്മൾക്ക് തിരിച്ചു കിട്ടുകയില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ നാളുകളിൽ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട സാഹചര്യം ഒരു പക്ഷേ ഉണ്ടാവത്തില്ല. എല്ലാ മനുഷ്യരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ്. അത് മനസ്സിലാക്കി മറ്റുള്ളവരുടെ സമയം പാഴാക്കാൻ ഇടവരുത്താതെ മുന്നോട്ട് പ്രവർത്തിക്കുക. ഇന്നലകളിൽ നമ്മൾക്ക് ലഭിച്ച സമയങ്ങൾ
നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഒരു പക്ഷേ സാധിച്ചിട്ടുണ്ടാകില്ല. അതിന് ഒത്തിരി കാരണങ്ങളുണ്ടായേക്കാം. അതേക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇനിയിപ്പോൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ നാളുകൾ തിരികെ വരില്ല. ഓരോ കാലവും നമ്മൾക്ക് നൽകുന്ന തിരിച്ചറിവുകൾ വളരെ വലുതാണ്. കാലമാണ് നമ്മളെ പലതും പഠിപ്പിച്ചു തരുന്നത്. ഓരോ കുട്ടികളും ജനിച്ചത് മുതൽ ഓരോ കാലവും ഓരോ തരത്തിലുള്ള വളർച്ചയാണ് കുട്ടിക്ക് ഉണ്ടാവുക. ചില കുട്ടികൾക്ക് കാലത്തിനനുസരിച്ച് വളർച്ച പെട്ടെന്ന് കൈവരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഓരോരുത്തരും വളർച്ച പൂർത്തിയാക്കാൻ നിശ്ചിത കാലം ആവശ്യമാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവരിലും കഴിവുകളും അതോടൊപ്പം ഒരു പക്ഷേ കുറവുകളും ഉണ്ടാകുമായിരിക്കും. അതെല്ലാം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയട്ടെ. നമ്മൾക്ക് ആർക്കും ഈ ഭൂമിയിൽ ഇനി എത്ര കാലം ജീവിക്കാനാകും എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. ഇന്നലകളിലെ നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെയും വിഷമിച്ച അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും ഓർത്തുകൊണ്ട് ഇനിയും ഈ സമയം കൂടി ചെലവഴിച്ചാൽ നമ്മൾക്ക് ഇന്നിപ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് തടസ്സമായേക്കാം. സമയത്തെ ആർക്കും തടഞ്ഞു നിർത്താനാകില്ല. നമ്മൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഇന്നിപ്പോൾ വേണ്ടത്ര ഫലം ലഭിക്കണമെന്നില്ല. പക്ഷേ എങ്കിൽ ഒരിക്കൽ കാലം അതിൻ്റെ യഥാർത്ഥ ഫലം തിരിച്ച് നൽകുക തന്നെ ചെയ്യും. ഈ പ്രകൃതി നമ്മളെ പഠിപ്പിച്ചു തരുന്ന വലിയൊരു പാഠമാണ്. ഒരു ചെടി നട്ടാൽ ഉടനെ തന്നെ ആ ചെടിയിൽ നിന്ന് ഫലം ഉണ്ടാവില്ലല്ലോ. ഫലങ്ങൾ ഉണ്ടാവാൻ ആ ചെടിക്ക് പൂർണ്ണ വളർച്ച കൈവരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. ആ കാലത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ സങ്കടത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, ദുരിതത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന കാലങ്ങൾ ഒരു പക്ഷേ ഉണ്ടായി കാണും. അതിനെയെല്ലാം ധീരതയോടെ നേരിട്ടത് കൊണ്ടാണ് നാം ഇപ്പോൾ ആയിരിക്കുക. നാളുകളെ ദുഃഖിക്കാതിരിക്കാൻ ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. സമയത്തിൻ്റെ വില എന്ന് നമ്മൾ തിരിച്ചറിയുന്നുവോ അന്നാണ് നമ്മൾക്കൊരു പക്ഷേ സമയം അനാവശ്യമായി ഇനിയുള്ള നാളുകളെ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന തിരിച്ചറിവുണ്ടാവുക. നഷ്ടങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് നിമിഷവും കടന്നു വന്നേക്കാം. അതെല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആത്മധൈര്യം കൈവരിക്കാൻ നമ്മൾക്കാകട്ടെ. സന്തോഷത്തെ സ്വീകരിക്കാൻ കഴിയുന്നത് പോലെ സങ്കടത്തെയും അതിന് കാരണമായ യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ. പരാജയങ്ങളിൽ തളരാതെ ഉണർന്ന് പ്രവർത്തിക്കുക. പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ എക്കാലവും വിജയം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂവെന്ന് തിരിച്ചറിയുക. നൈമിഷിക സുഖങ്ങൾ കൈവെടിഞ്ഞ് നല്ല നാളേക്കായി ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുക. നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ വിട്ടു പോകണമെങ്കിൽ ഇനിയുള്ള വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഉണർന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഇന്നലകളിൽ ഉണ്ടായ നഷ്ടങ്ങളാണ് ഒത്തിരി മനുഷ്യർക്ക് വേണ്ട തിരിച്ചറിവുകൾ നൽകിയതും പിന്നീടുള്ള കാലം വലിയൊരു നേട്ടത്തിന് അവരെ അർഹരാക്കിയതും. ഏതൊരു പ്രശ്നവും കാലങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. ഓരോ മനുഷ്യനും ഓരോ സാഹചര്യത്തോടും പൊരുതേണ്ടി വന്നേക്കാം. ഓരോ മനുഷ്യർക്കും എല്ലാ കാലം ഒരുപോലെ ആയിരിക്കാൻ സാധിക്കില്ലല്ലോ. ഓരോ സമയം മാറുന്നതനുസരിച്ച് മനുഷ്യരിൽ ശാരീരിക മാനസിക വളർച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒഴിവാക്കുക. ഇനിയുള്ള സമയമെങ്കിലും ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ആകട്ടെ. അധ്യായം 110. കാലത്തിൻ്റെ മാറ്റം നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ചേ പറ്റുള്ളൂ. പ്രകൃതിയിലെ മാറ്റങ്ങൾ മനുഷ്യർക്ക് തടയാനൊന്നും സാധിക്കില്ലല്ലോ. ഓരോ കാലത്തിനനുസരിച്ചും എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മനുഷ്യരുടെ ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പ്രകൃതി സംരക്ഷണം നൽകിക്കൊണ്ട് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക. നാളുകളിൽ അതിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും ഭക്ഷിക്കാൻ സാധിച്ചേക്കും. പ്രകൃതിയെ ചൂഷണം ചെയ്താൽ നാളുകളിൽ പ്രകൃതി ദുരന്തത്തിന് കാരണമായേക്കാം. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും മനുഷ്യർക്ക് സാധിക്കണം. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഓരോ മാറ്റവും ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയും ഒരു പക്ഷേ ബാധിച്ചേക്കാം. ഓരോ കാലഘട്ടത്തിലും ഓരോരോ രോഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാറ്റവും മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമിയിലുണ്ടാകുന്ന ഓരോ മാറ്റവും ഭൂമിയിലുള്ള മനുഷ്യർക്ക് സ്വാഭാവികമായി ബാധകമായിരിക്കുമല്ലോ. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. അധ്യായം 111. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടങ്ങൾ മൂലം ഉണ്ടാകുന്ന വേദന അവരവർക്കേ അറിയുള്ളൂ. പല നഷ്ടങ്ങളും ആർക്കും നികത്താനാവില്ല. ആർക്കും തന്നെ നഷ്ടപ്പെട്ടതിന് പകരമാകാനും കഴിയില്ല. കിട്ടിയതിൽ സന്തോഷിക്കുന്നതിൽ അധികമായി കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്നവർ കാണും. നമ്മൾക്ക് കിട്ടാത്തതൊക്കെ നമ്മൾക്ക് അർഹതപ്പെട്ടതല്ല എന്നോർത്ത് തൽക്കാലം ആശ്വസിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ശരിയായ മാർഗം.
കിട്ടാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ കിട്ടേണ്ട കാര്യങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയായി പോകും. ദുഃഖം ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സിലേക്ക് പല രൂപത്തിൽ ഒരു പക്ഷേ കടന്നു വന്നേക്കാം. ദുഃഖം ഒരു നാൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്നും അകന്നു പോകേണ്ടതാണ്. അതിന് വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങളാണ്. ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടും കിട്ടാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓരോ മനുഷ്യർക്കും അവരുടേതായ പരിമിതികൾ കാണും. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെയും ഈ ഭൂമിയിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പല കാര്യത്തിലുമുള്ള സങ്കടങ്ങൾ നമ്മളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കും. കിട്ടാതെ പോയതിൽ ഒരു പരിധിയിൽ കൂടുതൽ സങ്കടപ്പെടാതിരിക്കട്ടെ. ഒരു പക്ഷേ നമ്മൾക്ക് കിട്ടാതെ പോയത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. കിട്ടാത്തതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കട്ടെ. അധ്യായം 112. ലോകത്തിൽ ഇന്ന് വരെ ഒത്തിരി മനുഷ്യർ ജീവിച്ചതിന് ശേഷം മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരെയും നമ്മൾ ഓർക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ മനസ്സ് കീഴടക്കിയ കുറച്ച് മനുഷ്യരെങ്കിലും കാണും. നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. സ്നേഹം കൊണ്ട് ലോകത്ത് കീഴടക്കാം. ലോകം കീഴടക്കാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കില്ല. ചില രോഗങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ രോഗത്തെ കീഴടക്കാൻ മരുന്നിനെ ആശ്രയിക്കാറുണ്ട്. നമ്മൾ വിചാരിച്ചാൽ മാത്രം രോഗം നമ്മളിൽ നിന്ന് വിട്ടു പോകില്ലല്ലോ. രോഗത്തെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അതിനാവശ്യമാണല്ലോ. പണം കൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തുള്ള പലതും കീഴടക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ എങ്കിൽ പണം കൊണ്ട് കീഴടക്കാൻ കഴിയാതെ പോകുന്ന പലതും ഈ ലോകത്തുണ്ട്. മലയുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി പരിശ്രമം ആവശ്യമാണ്. മല കയറുന്ന വ്യക്തിക്ക് മല കീഴടക്കാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് നമ്മുടെ തോൽവികളെ കീഴടക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മനസ്സിലേക്ക് കൂടെ കൂടെ കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് കീഴടക്കാൻ സാധിക്കട്ടെ. നമ്മളിലുള്ള ദുശീലങ്ങളെ നല്ല ശീലങ്ങൾ കൊണ്ട് കീഴടക്കാൻ സാധിക്കട്ടെ. നമ്മളിലുള്ള അലസതയെ ഉത്സാഹം കൊണ്ട് കീഴടക്കാൻ കഴിയട്ടെ. നമ്മളിലുള്ള വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ക്ഷമയില്ലായ്മകളെ ക്ഷമ കൊണ്ട് കീഴടക്കാൻ സാധിക്കട്ടെ. അധ്യായം 113. ജീവിതത്തിൽ പലതിനു മുന്നിലും നമ്മൾ കീഴടങ്ങാറുണ്ടല്ലോ. പ്രകൃതി ശക്തിക്ക് മുന്നിൽ മനുഷ്യനൊന്നുമല്ല. പ്രകൃതി ഒരുക്കുന്ന പ്രതിഭാസത്തിന് മുന്നിൽ മനുഷ്യർക്ക് കീഴ്പ്പെടേണ്ടതായിട്ടുണ്ട്. മരണം ഒരിക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. മരണത്തിന് മുന്നിൽ ഒരു നാൾ മനുഷ്യൻ കീഴടങ്ങേണ്ടി വരുമല്ലോ. നിയമപരമായ തെറ്റുകൾ ചെയ്താൽ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമല്ലോ. വരുമാനം നിലവിച്ചാൽ ദാരിദ്ര്യത്തിന് കീഴടങ്ങേണ്ടി വന്നേക്കാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കീഴടങ്ങുക. പരിശ്രമിച്ചില്ലെങ്കിൽ തോൽവിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നേക്കാം. ഇരു കൈകൾ കൊട്ടിയാൽ മാത്രമാണല്ലോ ശബ്ദമുണ്ടാവുകയുള്ളൂ. ഒരാൾ ബഹളം വയ്ക്കുമ്പോൾ തിരിച്ചും ബഹളം വയ്ക്കാതെ ക്ഷമയോടെ പ്രതികരിക്കാതെ നിശബ്ദതയ്ക്ക് മുൻപിൽ കീഴടങ്ങുക. രോഗം വരുമ്പോൾ ആരോഗ്യം നശിച്ചു പോകുന്നതിന് ഇട നൽകാതെ പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ട്. സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് ഒരു പരാജയമല്ല. സ്നേഹം കൊണ്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. ദുഷ്ചിന്തകൾ ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അധ്യായം 114. നമ്മൾ പലർക്കും പല കാര്യങ്ങൾക്കും കുറച്ച് നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുറച്ച് നേരം കൂടി കിട്ടാതെ പോയതിൻ്റെ പേരിൽ പല സാഹചര്യങ്ങളിലും ഒരു പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. ജീവിതത്തിൽ ആർക്കും സമയം എന്നത് കാത്തിരിക്കുന്ന ഒന്നല്ല. നമ്മൾ നമ്മുടെ സമയത്തിന് വില നൽകുക. എന്ത് കാര്യത്തിനും ഒരു സമയപരിധിയുണ്ട്. അതിനപ്പുറം സമയം ലഭിക്കില്ല. സമയത്തിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമാണ് സമയത്തിൻ്റെ പേരിൽ എപ്പോഴായാലും സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആയുസ് പോലും ഒരു സെക്കൻഡ് പോലും നീട്ടിക്കിട്ടുകയില്ല. ഈ ലോകത്തുള്ള എല്ലാ കാര്യവും സമയത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത് തീർക്കേണ്ടവയാണ്. കൂടുതൽ ജോലിഭാരവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കാത്തത് പലരുടെ ജീവിതത്തിൽ വളരെയേറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും വേണ്ട മറുപടി ലഭിക്കാനായിട്ട്. കുറച്ചു നേരമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണ്ട ശ്രദ്ധ ചെലുത്തണം. കുറച്ചു നേരത്തെ അശ്രദ്ധ മതി നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകാൻ. കുറച്ചു നേരം ആണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്താൻ സാധിക്കട്ടെ. അധ്യായം 115. നമ്മളിൽ പലരും പലപ്പോഴും വിഷമിക്കുക നമ്മുടെ ചുറ്റിലുമുള്ള വ്യക്തികളുടെ കുറവുകളെ ഓർത്തുകൊണ്ടായിരിക്കും. സമയാസമയങ്ങളിൽ അറിയേണ്ട കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് നേരായ പാതയിൽ സഞ്ചരിക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തിൽ കാണുന്ന കുറവുകളെയെല്ലാം എല്ലാവർക്കും എളുപ്പം അംഗീകരിക്കാൻ സാധിക്കണമെന്നില്ലല്ലോ. എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടാകും. കുറവുകളെ മാറ്റിയെടുക്കാൻ എന്തെല്ലാം വഴികളുണ്ടെന്നാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടത്. ഇന്നലകളിലെ കുറവുകളെ പരിഹരിക്കാൻ നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ കുറവുകൾ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതെയായിട്ടുള്ളത്. കുറവുകൾ ഉണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതെ വിഷമിച്ചിരുന്നാൽ ഒരിക്കലും ഒരു മാറ്റവും നമ്മൾക്കൊരു പക്ഷേ ഉണ്ടാകാൻ പോകുന്നില്ല.
പലപ്പോഴും പലർക്കും നമ്മളൊരു പരിഹാസപാത്രമായിരുന്നേക്കാം. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ പോലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പോകാതെ നമ്മളിലെ പോരായ്മകളെ നികത്താനാണ് ശ്രമിക്കേണ്ടത്. നമ്മളിലെ കുറവുകൾ ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക വളരെയേറെ വൈകിയായിരുന്നിരിക്കാം. എങ്കിൽ പോലും ശരിയായ വിധത്തിൽ അവയെല്ലാം നാളെകളെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനായി പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശാരീരിക, മാനസിക, ബുദ്ധിപരമായ വൈകല്യം ഉണ്ടായിട്ട് കൂടി പലരും അതൊരിക്കലും കുറവായിട്ട് കാണാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചതുകൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ അവർക്കൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിൽ കുറവുകൾ ഉണ്ടാകും. അവ കണ്ടെത്തി ഓരോ നിമിഷം മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മളിൽ പലരും ഒരുപക്ഷേ നമ്മുടെയൊക്കെ കുറവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നവരായിരിക്കും. നമ്മളിലെ കുറവുകൾ ഒരുപക്ഷേ നമ്മളെക്കാൾ അധികമായി മറ്റുള്ളവർക്കാണ് ഒരുപക്ഷേ ഏറ്റവും വേഗം തിരിച്ചറിയാൻ കഴിയുക. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നവരോട് ദേഷ്യപ്പെടാതെ എന്നും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. കുറവുകൾ കൃത്യമായി മനസ്സിലാക്കി കുറവുകൾ നികത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിൽ പലരും നമ്മളിലെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ ആയിരിക്കാം. നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മളിലെ കുറവുകൾ എത്രയും വേഗം പരിഹരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തു കാര്യത്തിലായാലും തുടക്ക സമയത്ത് ഒത്തിരി കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടാകുമല്ലോ. ഇന്നലകളിൽ എത്രയേറെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും നാളെകളിൽ കുറവുകൾ ഉണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ചുറ്റിലും പല കാര്യത്തിലും ഒത്തിരിയധികം കുറവുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ പലരുടെയും ജീവൻ നഷ്ടപ്പെടാൻ ഒരുപക്ഷെ കാരണമായിട്ടുള്ളത്. ഏതു കാര്യത്തിലായാലും കുറവുകളെ കൃത്യമായി കണ്ടെത്തി കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരിലെ കുറവുകൾ കണ്ടു അവരെ പരിഹസിക്കാതെ എങ്ങനെ അവരുടെ കുറവുകൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷിക്കേണ്ടത്. ഒരിക്കൽ പോലും നമ്മൾ ഒരാളുടെയും കുറവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആ വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ പറയാതിരിക്കുക. നമ്മൾക്ക് പല കാര്യത്തിലും കുറവുകളില്ലാത്തത് നമ്മുടെ മാത്രം കഴിവ് കൊണ്ടല്ലോ. നമ്മളിലെ കുറവുകളെ അംഗീകരിക്കാനും അതെല്ലാം പരിഹരിക്കാനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാകട്ടെ. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും പരിപൂർണത കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പരിശ്രമം കൊണ്ട് നമ്മുടെയും നമ്മുടെ ചുറ്റിലുമുള്ളവരുടെയും കുറവുകളെ പരിഹരിക്കാൻ സാധിക്കട്ടെ. അധ്യായം 116. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാകാം നമ്മൾക്കിടയിൽ. സ്വന്തം കുറവുകൾ മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ടാകാം. ആവശ്യമില്ലാതെയുള്ള സത്യം തിരിച്ചറിയാതെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനിട വരുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് നമ്മളിൽ പലരും ഒരു പക്ഷേ മനസ്സിലാക്കാതെ പോകുന്നു. പല കാര്യത്തിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നില്ലല്ലോ. സ്ഥിരമായി കുറ്റപ്പെടുത്തലുകൾ മാത്രം ഒരാളിൽ നിന്നും കേൾക്കേണ്ടി വന്നാൽ ആ വ്യക്തിയിൽ നിന്നും ഒരു പക്ഷേ മറ്റുള്ളവർ അകന്നു പോയേക്കാം. നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോലും ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേട്ടെന്ന് വരാം. നമ്മളൊക്കെ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം, കുറ്റവും കുറവുകളും ഉണ്ടാവാം. എത്രയൊക്കെ കുറ്റപ്പെടുത്തലുകൾ നടത്തിയാലും കേൾക്കേണ്ടി വന്നാലും ആവശ്യമായ മാറ്റങ്ങൾ ചെയ്യാൻ തയ്യാറാവാത്തവരുമുണ്ടാകും. മറ്റുള്ളവരിലെ നേട്ടങ്ങളെ, കഴിവുകളെ കണ്ടെത്തി അഭിനന്ദിക്കുന്നതിന് പകരം അവരിലെ കുറവുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നല്ല കാര്യം അല്ലല്ലോ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവർ അല്ല എന്ന്. കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കാതെ എങ്ങനെ കുറ്റത്തിന് ശരിയായ വിധത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും മുന്നോട്ട് എങ്ങനെ നേരായ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുമെന്നുമാണ് അന്വേഷിക്കേണ്ടത്. കുറ്റങ്ങൾ ആവർത്തിച്ചാൽ ഒരുപക്ഷെ കുറ്റത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നേക്കാം. എന്ത് കാര്യത്തിലായാലും പരിധി വിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇടവരരുത്. പരിധി വിട്ട കുറ്റപ്പെടുത്തലുകൾ മനുഷ്യരെ മാനസികമായും ശാരീരികമായും ഒരു പക്ഷേ തളർത്തിയേക്കാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ നമ്മളേവർക്കും സാധിക്കട്ടെ. അനാവശ്യമായി കുറ്റങ്ങൾ മാത്രം സംസാരിക്കുന്നവരിൽ നിന്നും ആവശ്യമായ അകലം പാലിക്കുക. കുറ്റങ്ങൾ ചെയ്യാതിരിക്കാനും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാതിരിക്കാനും നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. 117. പലരും നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത് വളരെയേറെ ആശ്വാസകരമായ കാര്യമാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ സാധിക്കില്ലല്ലോ. ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നഷ്ടപ്പെട്ടേക്കാം, നമ്മളിൽ നിന്നും അകന്നു പോയേക്കാം. നമ്മുടെ കഷ്ടകാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളിൽ നിന്നും ഒരു പക്ഷേ അകന്നു പോയേക്കാം. പല കാര്യത്തിനും മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടപ്പെട്ട പലരും കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾക്ക് ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു പക്ഷേ കൂടെ ഉണ്ടാവുക അപരിചിതർ ആയിരിക്കും. മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരെയൊക്കെ പറ്റുന്നത് പോലെ സഹായിക്കാൻ കഴിയട്ടെ. കൂടെ ഉണ്ടാവുക എന്നത് വാക്കുകളിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരാൻ കഴിയട്ടെ. മനുഷ്യർ എപ്പോഴും ആഗ്രഹിക്കുക കൂടെ ഉണ്ടാവുക എന്നതാണ്. ചിലരൊക്കെ നമ്മളോട് പറയാറില്ലേ, കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന്. കൂടെ ഉണ്ടാവുക എന്ന് എത്ര അധികം ആഗ്രഹിച്ചാലും പല സാഹചര്യത്തിലും സാധ്യമായി എന്ന് വരില്ലല്ലോ. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആഗ്രഹിക്കുക കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ്. കൂടെ ഉണ്ടാവാൻ ആഗ്രഹിച്ച പലർക്കും സാഹചര്യ നിമിത്തം നഷ്ടമായിട്ടുണ്ട്.
ഏതൊരു മനുഷ്യനായാലും ഒരു നിശ്ചിത കാലം മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. മരണം ജീവിതത്തിൽ കടന്നു വരുന്നതോടെ കൂടെ ഉണ്ടാവുക എന്നത് നഷ്ടപ്പെടുകയാണ്. സന്തോഷത്തിൽ നമ്മളോട് കൂടെ കൂടാൻ ഒത്തിരി മനുഷ്യരുണ്ടായെന്ന് വരും. എന്നാൽ നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം നമ്മൾ ആഗ്രഹിച്ചവർ എല്ലാവരും ഒരു പക്ഷേ കൂടെ ഉണ്ടായെന്ന് വരില്ല. ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികമുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവും, സാമ്പത്തികമില്ലെങ്കിൽ ഒരു പക്ഷേ കൂടെ ഉണ്ടായില്ല എന്ന് വന്നേക്കാം. ശാരീരിക പരിമിതികൾ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ആ കുറവുകളായി കാണാതെ കൂടെ കഴിയാൻ തയ്യാറായി ഒരുമിച്ച് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ ഉണ്ടാവുമെന്ന് ആര് പറഞ്ഞാലും അതെല്ലാം എത്ര നാളുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മൾക്കും എന്നും തോന്നാൻ നമ്മൾ മാത്രമാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളോടൊപ്പം ഇന്നിപ്പോൾ കൂടെയുള്ളവർ എപ്പോൾ വേണമെങ്കിലും നഷ്ടമായേക്കാം. അതൊന്നും നമ്മളെ തളർത്താതെ മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 118. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കൃത്യമായി ചെയ്തില്ല എങ്കിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്ത് കാര്യവും കൃത്യമായി ചെയ്താൽ മാത്രമാണ് ഭംഗിയാവുകയുള്ളൂ. കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. എന്തും ആസ്വദിക്കാൻ കാര്യങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. ഭക്ഷണത്തിന് രുചി കിട്ടണമെങ്കിൽ കൃത്യമായി ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ടില്ല എങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചേക്കാം. നമ്മുടെ മുന്നോട്ടുള്ള വഴികളിൽ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ. അധ്യായം 119. നമ്മൾ മുന്നോട്ട് നേടേണ്ട കാര്യങ്ങൾക്കായി കൃത്യമായി തയ്യാറെടുക്കേണ്ടതുണ്ട്. കൃത്യമായി തയ്യാറെടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മുടെ ലക്ഷ്യം എത്ര വലുതായാലും ചെറുതായാലും കൃത്യമായി തയ്യാറെടുപ്പ് ആവശ്യമാണ്. കൃത്യമായി തയ്യാറെടുക്കാൻ മടി വിചാരിച്ചാൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം. കൃത്യമായി തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയം സ്വന്തമാക്കാൻ മടി വിചാരിക്കാതെ കൃത്യമായി തയ്യാറെടുക്കാൻ കഴിയട്ടെ. അധ്യായം 120. ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത് സമയത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്. ഭക്ഷണം തയ്യാറാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് ഓരോ കാര്യവും ഭംഗിയായി ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ളവ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തെ വേണ്ട വിധത്തിൽ ക്രമീകരിച്ചാൽ മാത്രമേ ഓരോ കാര്യവും സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ ഒരു പക്ഷേ കഴിയുകയുള്ളൂ. എന്ത് പണിക്കും അതിനാവശ്യമായ സാധന സാമഗ്രികൾ ക്രമീകരിക്കേണ്ടി വരുമല്ലോ. ഏത് പരിപാടിയായാലും ഭംഗിയാക്കണമെങ്കിൽ നല്ലതുപോലെ പരിപാടിക്ക് ആവശ്യമായവ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്രമീകരണത്തിൽ അലംഭാവം കാണിച്ചാൽ തെറ്റുകൾ വർദ്ധിക്കാൻ ഒരു പക്ഷേ കാരണമായേക്കാം. ഏതൊരു കാര്യത്തിലായാൽ പോലും നല്ല ക്രമീകരണം ആവശ്യമാണ്. ഭാവിയിലെ നല്ല ലക്ഷ്യങ്ങൾക്കായി ഇപ്പോഴേ നമ്മുടെയൊക്കെ സമയത്തെ വേണ്ടതുപോലെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഏതൊരു സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടാൻ ക്രമീകരണം നമ്മളെ ഒരു പരിധിവരെ സഹായിച്ചേക്കും. ആളുകൾ ധാരാളം വന്നു ചേരുന്നിടങ്ങളിൽ സുരക്ഷയുടെ ഭാഗമായി ഒത്തിരി ക്രമീകരണം ചെയ്യേണ്ടതായി വരും. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പല പ്രവർത്തനങ്ങൾക്കും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാൻ അനുമതി ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ക്രമീകരിക്കാൻ സാധിക്കട്ടെ. ക്രമീകരണത്തിലെ പാഴ്ചകൾ പലപ്പോഴും സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരുപക്ഷെ കാരണമായേക്കാം. ഓരോ ക്രമീകരണവും വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നമ്മൾക്ക് മുന്നോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താൻ നമ്മളേവർക്കും സാധിക്കട്ടെ. അധ്യായം 121. നമ്മളിൽ പലരും പല കാര്യങ്ങളും ഗൗരവത്തോടെ സമീപിക്കാറില്ല. ഗൗരവത്തോടെ സമീപിക്കേണ്ടത് അങ്ങനെ തന്നെ സമീപിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പിന്നീട് എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങൾ നിസ്സാരമായി കണ്ടുകൊണ്ട് അവഗണിച്ചാൽ പിന്നീടുള്ള കാലമായിരിക്കും ആ കാര്യങ്ങൾ ഗൗരവമായി സമീപിക്കേണ്ടിയിരുന്നതിൻ്റെ ആവശ്യം മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിക്കുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയായിരിക്കാം ഭാവിയിൽ ഗൗരവമായ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ കാരണമാകുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകാൻ കഴിയേണ്ടതുണ്ട്. ഇന്ന് പ്രാധാന്യമില്ലാത്ത പലതിനും നാളുകളിൽ പ്രാധാന്യം ഉണ്ടാവാം. ഇന്ന് പ്രാധാന്യം ഉള്ള പലതിനും നാളുകളിൽ പ്രാധാന്യം ഉണ്ടാവാതിരിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇന്ന് വേണ്ടത്ര പ്രാധാന്യമില്ലെങ്കിൽ കൂടിയും നാളുകളിൽ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ ഗൗരവമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എത്ര നിസ്സാര കാര്യം ആണെങ്കിൽ പോലും അതിനെയൊക്കെ ഗൗരവമായി തന്നെ കണ്ടു സമീപിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ നേരിടുന്ന ഓരോ കാര്യത്തിനും വേണ്ട പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 122. നമ്മളിൽ പലർക്കും ഒത്തിരി ഗൗരവമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരാറുണ്ട്. ഗൗരവമായി കാണേണ്ട കാര്യങ്ങളെ ഗൗരവമായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള നാളുകളിൽ ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ഒത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ഏത് തരത്തിൽ സ്വീകരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള യാത്ര. ഗൗരവമായ കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഗൗരവമായ കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ നേരിടുന്ന ഓരോ ദുരിത സാഹചര്യത്തെയും ഗൗരവമായി തന്നെ സമീപിക്കുക. പ്രശ്നപരിഹാരം എത്രയും വേഗം കണ്ടെത്തുക.
ലോകത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയവർ എല്ലാം തന്നെ തങ്ങളുടെ ലക്ഷ്യത്തെ ഗൗരവത്തോടെ നേരിട്ടവരാണ്. ഗൗരവമായി കാണേണ്ട വിഷയങ്ങളെ തമാശ രൂപേണ ഒരിക്കലും കാണാതിരിക്കുക. ഗൗരവമായ വിഷയങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ കഴിയേണ്ടതുണ്ട്. ഗൗരവമായ വിഷയങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വേദനകളും ദുഃഖങ്ങളും ഉണ്ടായെന്ന് വന്നേക്കാം. ഇന്ന് നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും നാളെകളിൽ ഗൗരവമായി കാണേണ്ടതായിട്ട് വന്നേക്കാം. ഇന്ന് ഗൗരവമായി കാണുന്ന പല കാര്യങ്ങളും നാളെകളിൽ നിസ്സാരമായും കാണേണ്ടി വന്നേക്കാം. എല്ലാം സാഹചര്യം അനുസരിച്ചിരിക്കും. നമ്മൾ നേരിടുന്ന വിഷയങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഫലം ലഭിക്കുക. ഗൗരവമായി എടുക്കേണ്ട പല വിഷയങ്ങളിലും വേണ്ടപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിക്കാത്തത് മൂലം അതിൻ്റെ ഗുണഭോക്താക്കളായ പലർക്കും അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഗൗരവമായി കാണേണ്ട കാര്യങ്ങളിൽ ഒരിക്കലും അലംഭാവം കാണിക്കാതിരിക്കുക. ഗൗരവമായി എടുക്കേണ്ട വിഷയങ്ങൾ പലരും നിശബ്ദത സ്വീകരിച്ചതിനാൽ ഒത്തിരി പേരുടെ ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഭാവിയിൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മുൻപിലുള്ള ഓരോ കാര്യങ്ങളെയും വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. ഏതൊരു വിജയത്തിന് പിന്നിലും ഗൗരവപരമായ സമീപനം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാനുള്ള സാധ്യത ഒരു പക്ഷേ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. അധ്യായം 123. നമ്മുടെ മുന്നിലൂടെ ഓരോ കാര്യവും ദിവസം തോറും കടന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നവ മറ്റുള്ളവർക്ക് നല്ലതാകണമെന്നില്ല. നല്ലത് ചെയ്താൽ ഭാവിയിൽ അതിലൂടെ നേട്ടങ്ങളുണ്ടാകും. മോശമായത് ചെയ്താൽ അതിലൂടെ നാശങ്ങളുണ്ടാകും. നമ്മൾക്ക് ഗുണങ്ങൾ കിട്ടുന്ന കാര്യമാണെങ്കിലാണല്ലോ നമ്മളിൽ പലരും ആ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. ഗുണമില്ലെന്ന് കണ്ടാൽ നമ്മളിൽ പലരും ഒരു പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിച്ചേക്കാം. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇന്നും ഭാവിയിലും ഉപകാരപ്പെടുന്നവ ആയിരിക്കണം. ഗുണങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. ഒരു ചെടി നട്ടാൽ അതിൽ നിന്നും ഫലങ്ങൾ ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. വർഷങ്ങൾ കാത്തിരുന്നാൽ മാത്രം പോരാ, നല്ലതുപോലെ വളവും ചെലവും നൽകി സംരക്ഷിക്കേണ്ടതുമുണ്ട്. ഗുണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഓരോ കാര്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. മറ്റുള്ള ഒരാളെ സഹായിച്ചതുകൊണ്ട് നമ്മൾക്ക് ഗുണം ഒന്നുമില്ല എന്ന ചിന്തയിൽ സഹായിക്കാതിരിക്കരുത്. നാളെ ഇതേ അവസ്ഥയിലൂടെ നമ്മൾക്കും കടന്നു പോകേണ്ടി വന്നേക്കാം. അന്ന് നമ്മുടെ ചുറ്റിലുമുള്ളവർ അവർക്ക് ഗുണമൊന്നുമില്ല എന്ന് കണ്ട് ഒരുപക്ഷെ സഹായിക്കാതിരുന്നാൽ വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. നമ്മുടെ പ്രവൃത്തികൾ കാരണം നമ്മൾക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവ ആണെങ്കിൽ നിയമവിധേയമായി നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിമിഷ നേരത്തെ ഇടപെടലായിരിക്കും ഒരു വ്യക്തിയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടാവുക. നമ്മൾക്ക് നഷ്ടം മാത്രം ബാക്കിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ആർക്കും തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അധ്യായം 124. നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നതിന് മുൻപ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട്. നമ്മളിൽ പലരും ഒരിക്കൽ ഉപയോഗിച്ചവ ഗുണമില്ലെന്ന് കണ്ടാൽ പിന്നീട് ഒരുപക്ഷെ ഉപേക്ഷിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ എന്ത് ഗുണം കിട്ടും എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മളിൽ പലരും ആ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ഉത്സാഹം കാണിക്കാറുള്ളൂ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാവണമെന്നില്ല. കറികളിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിലായാലും അതിന് അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഒരു പക്ഷേ ദോഷങ്ങൾ ഉണ്ടായെന്ന് വരാം. ജീവിതത്തിൽ യാതൊരുവിധ ഗുണവും അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മളിലൊരു പക്ഷേ നിരാശയും സങ്കടവും അനുഭവപ്പെട്ടേക്കാം. വിജയം നേടിയിട്ടുള്ള പല വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഒത്തിരി പരാജയങ്ങൾ നേരിടേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല പരാജയങ്ങളും അവർക്ക് വലിയൊരു തിരിച്ചറിവ് നൽകി. പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായിട്ടാണ് അവർക്കൊക്കെ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. ചിലരൊക്കെ സ്വന്തം ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിച്ചും മറ്റുള്ളവർക്ക് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഒരു പാറക്കല്ല് പൊട്ടിക്കാൻ ചുറ്റിക ഉപയോഗിച്ച് എത്ര ശക്തിയിൽ ആഞ്ഞടിച്ചാലും ആദ്യത്തെ അടിയിൽ തന്നെ പാറക്കല്ല് പൊട്ടിയെന്ന് വരില്ല. നിരന്തരം ചുറ്റിക അടിച്ചു കഴിയുമ്പോൾ മാത്രമാണ് പാറക്കല്ല് പൊട്ടുക. തുടക്കത്തിൽ അടിച്ചത് കൊണ്ട് ഗുണം ഉണ്ടായെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അനുഭവം ആയില്ല എന്ന് മാത്രം. ഒരു ചെടി നട്ടാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുക നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും. ചെടിയിൽ നിന്ന് ഫലം അനുഭവിക്കാൻ നാളുകൾ കാത്തിരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഒരു പക്ഷേ ചെടി നടുന്ന വ്യക്തിക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കണമെന്ന് നമ്മളിൽ പലർക്കും ഒരു പക്ഷേ തിരിച്ചൊരു ഗുണം പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങൾ നമുക്ക് ഗുണമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടായേക്കാം. ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ ഗുണം കിട്ടിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഗുണം ഉണ്ടായേക്കാം. ഇന്ന് എവിടെയും മുൻതൂക്കം കൊടുക്കുന്നത് ഗുണത്തിനാണ്. വില കൊടുത്ത് വാങ്ങുന്ന വസ്തുവിന് ഗുണമില്ലെങ്കിൽ പിന്നെ ആരും ആ വസ്തു വാങ്ങാൻ പൊതുവെ ആഗ്രഹിക്കില്ലല്ലോ. ഗുണം ഇല്ലെന്ന് കണ്ടാൽ ഉപേക്ഷിക്കാൻ ഉത്സാഹം നമ്മളിൽ പലരും ഒരു പക്ഷേ കാണിക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള പ്രവർത്തികൾ നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും ഗുണപ്രദമായത് ആകട്ടെ. അധ്യായം 125. ഓരോ മനുഷ്യർക്കും ഒരു ദിവസത്തെ ധാരാളം ചിന്തകൾ കടന്നു വരാം. ചിന്തകളാണ് പിന്നീട് പ്രവൃത്തികളാകുന്നത്. നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ മാത്രമായിരിക്കില്ല എപ്പോഴും കടന്നു വരിക. മോശമായ ചിന്തകളും കടന്നു വന്നേക്കാം. നെഗറ്റീവ് ചിന്തകളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് ചിന്തകൾ അമിതമായാൽ നമ്മുടെ മുന്നിലുള്ള പ്രവർത്തനത്തെ സാരമായി ബാധിച്ചേക്കാം. പോസിറ്റീവ് ചിന്തകളെ കൂടുതൽ മനസ്സിലേക്ക് കടത്തിവിടാൻ ശ്രദ്ധിക്കുക. മനസ്സ് നമ്മൾക്ക് സന്തോഷം നൽകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഇന്നലകളിലെ ചിന്തകളാണ്. നല്ല ചിന്തകൾ മാത്രമാണ് നമ്മൾക്ക് എല്ലായ്പ്പോഴും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുകയുള്ളൂ.
ദുഷ്ചിന്തകൾ അകറ്റാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ കാര്യങ്ങളും ഇന്നലകളിൽ മറ്റുള്ളവരുടെ മനസ്സിലുദിച്ച ചിന്തയിൽ നിന്നുമാണ് രൂപപ്പെട്ടത്. നെഗറ്റീവ് ചിന്തകളെ തടയാൻ സാധിച്ചില്ലെങ്കിൽ വലിയൊരു നാശത്തിനും തന്നെ ഒരു പക്ഷേ കാരണമായേക്കാം. പോസിറ്റീവ് ചിന്തകൾ നമ്മളെ ഉയർന്ന തലത്തിലെത്തിക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. 126 നമ്മൾ ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനായിട്ടുള്ളത്. ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാകാതെ അതിൻ്റെ വിജയവും പരാജയവും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്ത് കാര്യവും ചെയ്യുന്നതിന് ഒത്തിരി കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നേക്കാം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓരോ കാര്യവും അതാത് സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നീട് വളരെയധികം ദുഃഖത്തിന് കാരണമായേക്കാം. ഓരോ കാര്യവും ചെയ്യുന്നതിന് മുൻപായി അതിൻ്റെ വരും വരായികകൾ കഴിവതും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ഏറ്റെടുക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ തുറന്ന് പറയുക. വെറുതെ മറ്റുള്ളവർക്ക് നമ്മളായിട്ട് പ്രതീക്ഷ കൊടുക്കരുത്. ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവൻ അപകടത്തിലായേക്കാം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് ചിലർക്ക് താല്പര്യം. എന്ത് കാര്യവും ചെയ്യുന്നതിന് മുൻപായി ശരിക്കും ആലോചിക്കുക. ഓരോ കാര്യവും അതിൻ്റെതായി സമയമെടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഭംഗിയുണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് നന്മയായിട്ടുള്ളത് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ആകുന്നത് പോലെ ചെയ്യാൻ നമ്മളെല്ലാവർക്കും ഇനിയുള്ള കാലം സാധിക്കട്ടെ. അധ്യായം 127 ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കാനുള്ള മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ പല വിധത്തിലുള്ള ചിലവുകൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ. ദാരിദ്ര്യത്തിൽ കഴിയുന്ന എത്ര മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്? ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ആവശ്യമാണ്. പലതരത്തിലുള്ള ജീവിതമാർഗ്ഗങ്ങൾ ഈ ലോകത്തുണ്ട്. പുതിയ ജീവിതമാർഗ്ഗം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മുടെ തൊഴിൽ അഭിമാനമായിട്ട് കാണാൻ തയ്യാറാകണം. തൊഴിൽ ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം നാളുകളിൽ വർദ്ധിക്കാനുള്ള വഴികൾ തേടണം. നമ്മൾക്ക് ജീവിക്കാനുള്ള വരുമാനം ആവശ്യത്തിന് ഉണ്ടെങ്കിലാണ് നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗം കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. 128 നമ്മൾ ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താനുള്ള തിരക്കിലാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അവസാന കാലത്ത് നമ്മളെ ആർക്കും വേണ്ടാത്ത അവസ്ഥ വന്നാൽ നമ്മൾക്ക് ഒത്തിരി സങ്കടമുണ്ടായേക്കാം. നമ്മുടെ അവസ്ഥ മറ്റാരെക്കാളും കൂടുതലായിട്ട് നമുക്ക് മാത്രമാണ് അറിയുകയുള്ളൂ. നമ്മുടെ അവസ്ഥ അനുസരിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. ലോകത്തിൽ ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ വഴിയായി ഒത്തിരി നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മോശമായ മാറ്റങ്ങൾ ഒരു മറ്റു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള കുറച്ച് പേരുടെ മനസ്സിൽ നല്ല ഓർമ്മകളായിട്ട് ഉണ്ടാവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അപരന് ഉപകാരമുള്ളവ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കടമകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടും അപരന് നന്മകൾ ചെയ്തുകൊണ്ടുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കട്ടെ. 129 നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വില നൽകാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾക്ക് കഴിവില്ലെങ്കിൽ, സാമ്പത്തികമില്ലെങ്കിൽ നമ്മൾക്കൊരു പക്ഷേ നമ്മുടെ ചുറ്റിലുമുള്ളവർ വേണ്ട രീതിയിലുള്ള വില നൽകിയെന്ന് വരില്ല. ആരും തന്നെ നമ്മൾക്ക് വേണ്ട വില നൽകിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് നമ്മൾ തന്നെ വില നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വില മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വിലയാണ് ലോകത്തെ പല കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നത്. വില ഉള്ളവനും വിലയില്ലാത്തവനും ജീവിക്കുന്നു. ഇന്നും വിലയുള്ളവന് നാളെ വിലയില്ലാതായി വന്നേക്കാം. ഇന്ന് വിലയില്ലാത്തവന് നാളെ വില ഉള്ളതായി വന്നേക്കാം. എല്ലാവർക്കും അവരുടെ വില നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അധ്യായം 130 നമ്മൾ ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണം. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടാത്ത എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അവരെക്കാൾ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയത് കൊണ്ടല്ലേ നമ്മൾക്ക് പല കാര്യങ്ങളും ഉയർച്ച നേടാൻ കിട്ടിയത്. ഒരാൾക്ക് അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കിട്ടിയ അനുഗ്രഹത്തിന് വേണ്ടി നല്ലതുപോലെ പരിശ്രമിക്കേണ്ടതില്ലേ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുക. ഒരിക്കലും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ അഹങ്കരിക്കാതിരിക്കുക. ജീവിതത്തിൽ പലതിലും അനുഗ്രഹങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ഒരു പക്ഷേ പരാജയവും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായേക്കാം. ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതെ വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നേട്ടങ്ങളിൽ മതിമറന്നു അഹങ്കരിക്കാതെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവരിലും നന്ദി ഉണ്ടാകട്ടെ. 31 നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് ജോലി ആവശ്യമാണ്. വരുമാനം ലഭിക്കുന്ന ജോലികളും വരുമാനം ലഭിക്കാത്ത ജോലികളും ചെയ്യേണ്ടി വരും.
നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയുടെ ജോലികൾ സമയബന്ധിതമായി ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഈ ലോകത്തിലേക്ക് കൺ തുറന്നു നോക്കിയാൽ നിരവധി ജോലി സാധ്യതകൾ കാണാൻ കഴിയും. കാലം മാറുന്നതനുസരിച്ച് ചില ജോലികൾ തീർത്തും ഇല്ലാതെയാക്കുകയും പകരം പുതിയ ജോലികൾ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ജോലി മേഖലകൾ കാലത്തിനനുസരിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കും. വരുമാനം കിട്ടുന്ന ജോലി എല്ലാവർക്കും മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമാണ്. വരുമാനം കിട്ടുവാൻ സ്വന്തമായിട്ടുള്ള ബിസിനസ്, ജോലി എന്തെങ്കിലും തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. എല്ലാ ജോലിയും എല്ലാവർക്കും ഇണങ്ങുന്നതല്ല. നമ്മൾക്ക് ഇണങ്ങുന്ന ജോലി കണ്ടെത്തുക. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും അഭിമാനത്തോടെ ചെയ്യുക. ജോലിയുള്ളവർ ജോലിയില്ലാത്തവരെ പുച്ഛിക്കാതെയും കളിയാക്കാതെയും ഇരിക്കുക. കാരണം ജോലിയില്ലാത്ത അവസ്ഥ ഒരാളെ സംബന്ധിച്ച് വളരെയേറെ വിഷമം നൽകുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നേടാനാവില്ല എന്നുള്ള ചിന്ത ഒഴിവാക്കുക. ഏതൊരു ജോലിയും നേടിയെടുക്കാനും ജോലിയെ തുടർന്ന് പോകുവാനും കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടുകളെ നേരിട്ടാൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ജോലിയും സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അലസത ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികൾക്കും അവർ ചെയ്യുന്ന ജോലി നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. ജോലി ഇല്ലാത്തത് കൊണ്ട് നിരാശപ്പെട്ടിരിക്കാതെ അവസരങ്ങൾ കണ്ടെത്തുക. ഒരു പക്ഷേ നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി തുടക്കത്തിൽ ലഭിക്കണമെന്നില്ല. ഏത് ജോലി ചെയ്താലും അതിൽ പുരോഗതി നേടിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ജോലിയിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ള ജോലിയുമായി ബന്ധപ്പെട്ടവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ആരെയും വിലയില്ലാത്തവരായി കാണാതിരിക്കുക. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൃഷി ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവേണ്ടതുണ്ട്. കൃഷി ഉൽപ്പന്നം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ ഒത്തിരി ആളുകളുടെ അധ്വാനം ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും അഭിരുചിയുള്ള ജോലി കണ്ടെത്തുക. അഭിരുചിയുള്ള ജോലി ചെയ്യുമ്പോഴാണ് നമ്മളിൽ പലരും ഒരു പക്ഷേ സംതൃപ്തി നേടുക. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജോലികൾ നഷ്ടപ്പെട്ടേക്കാം. ജോലി നഷ്ടപ്പെട്ടതിൽ നിരാശപ്പെട്ടിരിക്കാതെ പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ജോലിയിൽ തെറ്റുകൾ പറ്റും, അതെല്ലാം തിരുത്തി മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ ഓരോ നിമിഷവും ചെലവഴിക്കുക. സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്തുമായി കൊള്ളട്ടെ, അതിൽ ആത്മാർത്ഥത, സത്യസന്ധത, കൃത്യനിഷ്ഠ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടുതൽ നേട്ടങ്ങൾക്കായി നിലവിലെ ജോലിയിൽ നിന്നും മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. പുതിയ ജോലി സാഹചര്യങ്ങളെ ക്ഷമയോടെ നേരിടാൻ തയ്യാറാകുക. നമ്മുടെ കഴിവിനനുസരിച്ച് കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സുഖ സൗകര്യങ്ങൾ നേടാൻ കഴിയുന്ന ജോലി കണ്ടെത്തുക. ഏത് മേഖലയിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ്. അതെല്ലാം ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാവുക. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ പലയിടത്തു നിന്നും പിന്തള്ളപ്പെട്ടു പോയേക്കാം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി എത്ര ചെറുതായി കൊള്ളട്ടെ, അതിൽ അഭിമാനത്തോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ ചുറ്റിലുമുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കട്ടെ. 132. ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഒത്തിരി ജോലികളുണ്ട്. ഒരു പക്ഷേ നമ്മളിൽ ആർക്കും തന്നെ ഈ ലോകത്തെ സാഹചര്യങ്ങളുടെ പരിമിതികൾ നിമിത്തം ആഗ്രഹിച്ച എല്ലാ ജോലികളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോൾ ചെയ്യുന്ന ജോലികളിൽ സംതൃപ്തി നേടുന്നവർ ആയിരിക്കില്ല. ഒരു പക്ഷേ അതിന് ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും. സംതൃപ്തി നേടുന്ന ജോലികൾക്കായി നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നേരായ വഴിക്കുള്ള സംതൃപ്തി കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കണം. സാമ്പത്തിക, ഭൗതിക നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എന്തെങ്കിലും ജോലി എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരും അവരവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇത്രയും സുന്ദരമായി മുന്നോട്ട് പോകുന്നത്. ചെയ്യേണ്ട ജോലികളിൽ വീഴ്ച വരുത്തുമ്പോഴാണ് ആ ജോലിയുടെ ഫലം അനുഭവിക്കേണ്ടവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പലരും അവരവരുടെ ജോലി നേടിയെടുക്കുന്നതും ജോലികൾ ചെയ്യുന്നതും. ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയുടെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആരോഗ്യത്തോടെ, ഉണർവോടെ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മളെ കൊണ്ടാകുന്നത് പോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന ജോലികൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തുമായി കൊള്ളട്ടെ, അതിൻ്റെ പേരിൽ പലരിൽ നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. അതെല്ലാം ധൈര്യപൂർവ്വം നേരിടുക. ജോലികൾക്കിടയിൽ വെല്ലുവിളികൾ ധാരാളം നേരിടേണ്ടി വന്നേക്കാം. അതെല്ലാം നേരിടാൻ നമ്മൾക്ക് കഴിയട്ടെ. ആഗ്രഹിച്ച ജോലി കിട്ടാതെ പോയതിൽ വിഷമിച്ചിരിക്കാതെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. പലരും ഓരോ ജോലികളും തിരഞ്ഞെടുക്കുന്നത് ആരും നിർബന്ധിച്ചുകൊണ്ടല്ല, പകരം ഈ ലോകത്തിനും അവരുടെ സേവനം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ്. നമ്മളെക്കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി ജോലികൾ ഈ ലോകത്തുണ്ട്. അത് നിർവഹിക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ഓരോ ജോലിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമായി തീരട്ടെ. ചില ജോലികൾക്ക് നമ്മൾക്ക് തുടക്കം കാര്യമായ പ്രതിഫലം ലഭിക്കണമെന്നില്ല. ആ ജോലിയിൽ വേണ്ടത്ര അറിവും പരിശീലനവും നേടിയെടുക്കുകയാണ് ആ ജോലി തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ തുടക്ക സമയത്ത് ചെയ്യേണ്ടത്. ഏത് ജോലിയായാലും നിരന്തരം പഠിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ചെയ്യുന്ന ജോലിയിൽ ഉയർച്ചകൾ നേടിയെടുക്കാൻ. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുവാൻ ഒത്തിരി ജോലികൾ ചെയ്യേണ്ടതായി വന്നേക്കാം. ജോലിക്കിടയിൽ അനുഭവിക്കുന്ന
കഷ്ടപ്പാടുകളെല്ലാം തന്നെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലൂടെ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതെയാകട്ടെ. മറ്റുള്ളവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാത്ത ഏത് ജോലിയായാലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. ജോലിയിൽ അശ്രദ്ധയും അലസതയും കാണിക്കാതിരിക്കുക. നമ്മുടെ ജോലി ഒരു പക്ഷേ നമ്മുടെ ചുറ്റിലുമുള്ള ഒത്തിരി മനുഷ്യരുടെ പ്രതീക്ഷകളായിരിക്കാം. നമ്മുടെ ജോലി മറ്റുള്ളവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കാം. ജോലികൾക്കിടയിൽ ഉണ്ടാകുന്ന കുറവുകൾ നിരന്തര ശ്രമത്തിലൂടെ ഇല്ലാതെയാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായി ശ്രമിക്കാൻ സാധിക്കട്ടെ. നിരന്തര ശ്രമത്തിലൂടെ ചെയ്യുന്ന ജോലിയിൽ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജോലി നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാകട്ടെ. പ്രതിഫലം ആഗ്രഹിക്കാതെ ഒത്തിരി മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ നിസ്വാർത്ഥമായ സേവന മനോഭാവത്തെ നന്ദിയോടെ ഓർക്കാം. പ്രതിഫലത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് ജോലിക്കനുസരിച്ച് മാന്യമായ ശമ്പളം നൽകേണ്ടതുണ്ട്. സ്വന്തമായ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രതിഫലം നൽകാതിരിക്കരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നേടുന്ന സന്തോഷമൊന്നും അധികകാലം നിലനിൽക്കില്ല. നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ ജോലിയും ആസ്വദിച്ച് ചെയ്യാൻ കഴിയട്ടെ. ചെയ്യുന്ന ജോലിയിൽ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ ജോലികൾക്കിടയിൽ ആവശ്യമായി വിശ്രമം എടുക്കേണ്ടതാണ്. ഓരോ ജോലിക്കും പിന്നിലും ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അവയെല്ലാം നേരിട്ടാൽ മാത്രമേ ജോലിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒരുപക്ഷെ കഴിയുകയുള്ളൂ. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ നാൾ മുതൽ ഈ ഭൂമിയിൽ നിന്നും വിട്ടുകലുന്നത് വരെ എത്ര മനുഷ്യരാണ് നമ്മൾക്ക് വേണ്ടി ജോലികൾ ചെയ്യേണ്ടി വരുന്നത്. പരാതിയും പരിഭവവുമില്ലാതെ പലരും നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്തത് നന്ദിയോടെ ഓർക്കാം. പലർക്കും അവരുടെ ജോലി ഭാരം നിമിത്തം സന്തോഷം നിറഞ്ഞ ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കാതെ വരുന്നു. ഈ കാലവും കടന്നു പോകും എന്ന് ആശ്വസിക്കാൻ സാധിക്കട്ടെ. ഏതൊരു ജോലിക്കും ഒരാളെ നിയോഗിക്കാൻ ആ വ്യക്തി തക്കതായ യോഗ്യത നേടേണ്ടതുണ്ട്. വ്യാജമായ യോഗ്യത സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടിയെടുക്കുന്നവർക്ക് അധികകാലമൊന്നും മുന്നോട്ട് പോകുവാൻ സാധിച്ചെന്ന് വരില്ല. നല്ലൊരു ജോലിക്ക് വേണ്ടി നമ്മളിൽ പലരും ശ്രമിക്കാറുണ്ടെങ്കിലും പലർക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾക്ക് കിട്ടുക ഒരു പക്ഷേ വളരെ വിരളമായിരുന്നിരിക്കാം. ഏത് ജോലിയിലായിരുന്നാലും സത്യസന്ധമായി പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ എപ്പോഴും സൗഹാർദ്ദപരമായി പെരുമാറുക. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ കൂടി കലർത്താതിരിക്കുക. നമ്മുടെ ജോലി മറ്റുള്ളവർക്ക് എന്നും പ്രതീക്ഷയും പ്രചോദനവും സന്തോഷവും നൽകുന്നതാകട്ടെ. 133 ജീവിതത്തിൽ പല അനുഭവങ്ങളും നമ്മളെ തകർത്തേക്കാം. പല തകർച്ചകളും നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ചേ മതിയാകുള്ളൂ. തകർച്ചകളെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. എത്ര വലിയ കൊട്ടാരവും തകരാൻ അധിക സമയമൊന്നും വേണ്ട. എത്ര മോശമായ അവസ്ഥയിൽ പോലും മനുഷ്യനെ തകരാൻ അനുവദിക്കാതിരിക്കുക. എന്തു കാര്യവും തകർക്കാൻ എളുപ്പമാണ്, സൃഷ്ടിക്കാനാണ് കഷ്ടപ്പാട്. മറ്റുള്ളവർ നമ്മുടെ മനസ്സിനെ തളർത്താൻ നോക്കിയേക്കാം. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ സമയവും കടന്നു പോകും, നല്ല സമയവും കടന്നു പോകും. വിലപ്പെട്ട സമയം നഷ്ടമാക്കാതിരിക്കുക. പല തകർച്ചകളും നമുക്ക് പ്രതിരോധിക്കാനാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ തകർച്ചകൾ ഉണ്ടാവാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകളെ അതിജീവിക്കാനായി ശ്രമിക്കുക. നമ്മുടെ ശ്രമം ആവശ്യമാണ് ഏതൊരു തകർച്ചകളെയും അതിജീവിക്കാൻ. എല്ലാവർക്കും തകർച്ചകളിൽ തളർന്നിരിക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സാധിക്കട്ടെ. അധ്യായം 134 തകർച്ചകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലുണ്ടാവാം. തകർച്ചകൾ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പല തകർച്ചകൾ മനുഷ്യർക്ക് ഒരു പരിധിയിൽ കൂടുതൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. തകർച്ചകളെ അതിജീവിക്കാൻ എല്ലായ്പ്പോഴും എളുപ്പമാവണമെന്നില്ല. അതിന് നിശ്ചിത സമയം ആവശ്യമാണ്. നമ്മൾ തളർന്നാൽ തകർച്ചകൾ ഒരു പക്ഷേ വർദ്ധിക്കുമെന്നല്ലാതെ കുറയണമെന്നില്ല. സുരക്ഷിത മാർഗം സ്വീകരിച്ചില്ല എങ്കിൽ പല കാര്യത്തിലും തകർച്ചകൾ ഉണ്ടായേക്കാം. ഏതൊരു കെട്ടിടത്തിനും ആയുസ് നിശ്ചിത വർഷമാണ്. അതിനപ്പുറം ആ കെട്ടിടത്തിന് തകർച്ചകൾ ഉണ്ടായേക്കാം. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിന് വെള്ളം കയറാനുള്ള ചെറിയ സുഷിരം മാത്രം മതി വെള്ളം കയറി വാഹനം തകരാനായിട്ട്. എന്തു കാര്യത്തിലും കൃത്യമായി പരിശോധനകൾ നടത്തേണ്ടത് ഒരു പരിധിവരെ തകർച്ചകൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. പല തകർച്ചകളും നമ്മളെ ശാരീരികമായും മാനസികമായും ഒരുപാട് തളർത്തിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാൽ മാത്രമാണ് മുന്നോട്ട് തകർച്ചകളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പഠന മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, കുടുംബജീവിതത്തിൽ, ബിസിനസ് മേഖലയിൽ, സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ, സാമ്പത്തിക മേഖലയിൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ ഒരുപക്ഷെ നമ്മൾക്ക് തകർച്ചകൾ ഉണ്ടായെന്ന് വരാം. അതിനെയെല്ലാം അതിജീവിക്കുവാൻ മനക്കരുത്തും പരിശ്രമവും ആവശ്യമാണ്. എല്ലാവർക്കും അവരവർക്ക് ഉണ്ടാകുന്ന തകർച്ചകളെ നേരിടാൻ ശക്തി ലഭിക്കട്ടെ. അധ്യായം 135 നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സം നേരിടേണ്ടി വരാറുണ്ട്. എന്ത് തടസ്സത്തിന് പിന്നിലും എന്തെങ്കിലും കാരണം ഉണ്ടാവാം. കാരണങ്ങൾ ശരിയായ വിധത്തിൽ പരിഹരിക്കാത്ത കാലത്തോളം തടസ്സങ്ങൾ കുറയണമെന്നില്ല. ഒരുപാട് തടസ്സങ്ങൾ നമ്മൾക്ക് മുന്നിൽ ദിനംപ്രതി കടന്നു വരുന്നുണ്ട്. സാമ്പത്തിക തടസ്സം പല സാഹചര്യത്തിലും നമ്മൾക്ക് ഉണ്ടായേക്കാം. സാമ്പത്തിക തടസ്സം ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. നല്ലൊരു ജോലി അല്ലെങ്കിൽ വരുമാന സ്രോതസ്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വരവറിഞ്ഞ് മാത്രം ചിലവഴിക്കുക. ഇല്ലെങ്കിൽ പല രംഗത്തും തടസ്സം നേരിട്ടേക്കാം. തടസ്സം മാറാതെ നമ്മൾക്ക് പല കാര്യത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല. ഒരു തടസ്സവും മാറ്റിയിടാൻ അതാത് മേഖലയിലുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ സഹായം ആവശ്യമായി വന്നേക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് മേഖലയിലുമുള്ള തടസ്സം അകലാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ പലവിധത്തിലുള്ള തടസ്സങ്ങളെയും ഒരു പരിധിവരെയെങ്കിലും അകറ്റിയേക്കാം. നമ്മൾക്ക് ഉള്ളു തുറന്ന് സന്തോഷിക്കണമെങ്കിൽ പല കാര്യങ്ങളും നേടേണ്ടതുണ്ട്. കഷ്ടപ്പെടാതെയും
നമ്മുടെ ജീവിതത്തിൽ നിന്നും തടസ്സങ്ങൾ വിട്ടകലണം എന്നില്ല. സാമ്പത്തികം ഒരുവിധം തടസ്സങ്ങൾ മാറ്റാനുള്ള വഴിയാണ്. നമ്മൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ ശരിയായ വിധത്തിൽ നേരിടാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 136. നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. ചില തടസ്സങ്ങൾ ഒത്തിരി നാളെടുക്കും നമ്മളിൽ നിന്നും മാറിപ്പോകാൻ. ഏത് തടസ്സമായാലും അതിനെല്ലാം അതിൻ്റേതായ സമയം ആവശ്യമാണ് വിട്ടുപോകാൻ. പരിശ്രമമില്ലാതെ തടസ്സങ്ങളെ മാറ്റാൻ കഴിയില്ലല്ലോ. ഏത് തടസ്സത്തിനും അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാക്കുമല്ലോ. തടസ്സത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ശരിയായ വിധത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. സാഹചര്യ നിമിത്തം പല തടസ്സങ്ങളെയും സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം പല തടസ്സങ്ങളുടെയും യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ. പലരുടെയും പിടിവാശി, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം, ഇതെല്ലാം ഒത്തിരി നാളുകൾ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം. നമ്മൾ ഓരോരുത്തരും നിരന്തരം അധ്വാനിക്കുന്നത് സന്തോഷകരമായ ജീവിതത്തിനോ തടസ്സം നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണല്ലോ. എന്തു കാര്യവും തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഒത്തിരിയധികം തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പല സാഹചര്യത്തിലും തടസ്സങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഭാവിയിലെ പുരോഗതിക്ക് വേണ്ടി ഓരോ കാര്യവും ചെയ്യുമ്പോൾ പല കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. തടസ്സം മാറുവാൻ ക്ഷമയോടെ കാത്തിരിക്കാനും നിരന്തരം പരിശ്രമിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഉയരങ്ങളിൽ എത്തിപ്പെടാൻ തടസ്സങ്ങളെ വേണ്ട വിധത്തിൽ ഒഴിവാക്കാൻ ഇനിയുള്ള നാളുകളിൽ പരിശ്രമിക്കാൻ സാധിക്കട്ടെ. അധ്യായം 137. എന്ത് കാര്യത്തിലും വേണ്ട രീതിയിൽ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾക്ക് ലഭിച്ച സമയം വേണ്ട രീതിയിൽ നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കേണ്ടതുണ്ട്. സമയം പാഴാക്കിയാൽ പല കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ തയ്യാറാകുവാൻ നമ്മളിൽ പലർക്കും ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. പല കാര്യങ്ങൾക്കും വർഷങ്ങളോളം തയ്യാറാകേണ്ടതുണ്ട്. ഓരോ കാര്യത്തിനും ശരിക്കും തയ്യാറാകുവാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറാകുവാൻ സാധിക്കില്ലല്ലോ. അതിന് കൃത്യമായി തന്നെ വർഷങ്ങളോളം പഠിച്ച് പരീക്ഷകൾ വിജയിച്ചു അനുഭവ സമ്പത്ത് നേടേണ്ടതുണ്ട്. പുതിയൊരു കാര്യം ഒരാൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ എളുപ്പം സാധിച്ചെന്ന് വരില്ല. നാളുകൾ സുന്ദരമാക്കാൻ നമ്മുടെ ഇന്നിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നാളുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണെന്നത് ആർക്കും മുൻകൂട്ടി അറിയിക്കാൻ സാധിക്കില്ലല്ലോ. മരണവും ദുരന്തവും അപകടങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒന്നും അനുവാദം ഇല്ലാതെ കടന്നു വരാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. നമ്മൾക്ക് ഭാവിയിൽ നേടേണ്ട നല്ല ലക്ഷ്യങ്ങൾക്കായി നല്ലതുപോലെ കഷ്ടപ്പെട്ട് തയ്യാറാകുവാൻ സാധിക്കട്ടെ. പരാജയങ്ങളിൽ മനസ്സ് മടക്കാതെ വിജയം നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കാൻ കഴിയട്ടെ. അധ്യായം 138. കാര്യങ്ങൾ ശരിയായ വിധത്തിലല്ല നടക്കുന്നതെങ്കിൽ തർക്കങ്ങൾ ഉണ്ടായെന്ന് വരാം. പല തർക്കങ്ങളും പരിഹരിക്കാൻ നിയമത്തിൻ്റെ സഹായം ആവശ്യമായി വന്നേക്കാം. നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് തർക്കം മൂലമുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നും നിയമപരിരക്ഷ കിട്ടിയേക്കാം. അനാവശ്യ തർക്കത്തിൽ ഏർപ്പെടുന്നവർ ഉണ്ടായേക്കാം. ആരുമായിട്ടായാലും ചുമ്മാ തർക്കിച്ച് സമയം കളയുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ പോലും തർക്കിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ചുറ്റിലും ഉണ്ടായേക്കാം. ഒരാൾ തർക്കിക്കുമ്പോൾ അയാളോട് നമ്മൾ തർക്കിക്കാൻ നിന്നാൽ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് അല്ലാതെ കുറയണമെന്നില്ല. പല തർക്കങ്ങളും ഉടലെടുക്കുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടർ മൗനം അവലംബിച്ചാൽ തന്നെ പകുതി തർക്കങ്ങളും മുന്നോട്ട് അധികം പോകാതെ നിൽക്കും. ഓരോ മനുഷ്യരും തർക്കിക്കുന്ന സമയത്ത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയണമെന്നില്ല. ആരുമായിട്ടും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ആവശ്യമെങ്കിൽ നിയമത്തിൻ്റെ സഹായം തേടുക. പല തർക്കങ്ങളും നമ്മുടെയൊക്കെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തി കളഞ്ഞേക്കാം. ആരുമായിട്ടും പരമാവധി തർക്കിക്കാൻ സമയം ചെലവഴിക്കാതിരിക്കുക. തർക്കിക്കുന്നവരിൽ നിന്നും പരമാവധി ഒഴിവായി നിൽക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിലപ്പെട്ട സമയം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 139. പല സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാൻ തളരാതെ പോരാടേണ്ടതുണ്ട്. നിരന്തരം പോരാട്ടമുണ്ടെങ്കിലാണ് പല കാര്യത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ എത്ര ബലമുള്ളവരാണെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ നമ്മൾക്ക് തളർച്ചകൾ നേരിടേണ്ടി വന്നേക്കാം. തളർച്ചകളെ നേരിടാൻ നല്ലതുപോലെ കഷ്ടപ്പെടാൻ കഴിയേണ്ടതുണ്ട്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളെ തളർത്താൻ പലരും ശ്രമിച്ചെന്നിരിക്കാം. അവിടേക്ക് തളരാതെ മുന്നോട്ട് പോകുവാൻ ഭാവിയിൽ നേടേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം. മനസ്സ് തളർന്നാൽ ശരീരവും ഒരു പരിധിവരെ ഒരു പക്ഷേ തളർന്നേക്കാം. മനസ്സിനെ തളരാൻ അനുവദിക്കാതിരിക്കുക. മനുഷ്യർ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിന് പിന്നിൽ ശക്തമായ തീരുമാനമെടുക്കാനുള്ള മനസ്സുണ്ടാവേണ്ടതുണ്ട്. മനസ്സിൽ തീരുമാനിക്കാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക പലപ്പോഴും സാധ്യമല്ലല്ലോ. നമ്മുടെ പൂർവികർ തളരാതെ പോരാടിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതും നമ്മളിപ്പോൾ അനുഭവിക്കുന്നതും. നല്ല കാര്യങ്ങൾക്കായി തളരാതെ പോരാടിയാൽ നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ പിൻതലമുറകൾക്ക് കൂടെ ഉപകാരപ്പെട്ടേക്കാം. പല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ തളരാതെ പോരാടിയാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. നല്ല ലക്ഷ്യം നേടിയെടുക്കാൻ തളരാതെ പോരാടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ.
അധ്യായം 140. തളരാത്ത മനസ്സുള്ളവർക്ക് പല രംഗത്തും വിജയം സ്വന്തമാക്കാൻ എളുപ്പം കഴിഞ്ഞേക്കും. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം. അവിടെയൊക്കെ തളരാതെ നോക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. തളർന്നു പോകുവാൻ എളുപ്പമാണ്, പക്ഷേ എങ്കിൽ തളർച്ചകളിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമ്മുടെ തളർച്ചകളിൽ നിന്ന് നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. നമ്മൾ തളർന്നാൽ നമ്മളെ ആര് സംരക്ഷിക്കും എന്നതിന് ഉത്തരം പലപ്പോഴും കാലമാണ് തീരുമാനിക്കുന്നത്. ജീവിത സാഹചര്യം ദുസ്സഹമാകുമ്പോൾ പലർക്കും പരസ്പരം താങ്ങാൻ കഴിയാതെ പോകുന്നുണ്ട്. എന്ത് പ്രശ്നവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്നാലും അതിനെയൊക്കെ ധീരതയോടെ നേരിടാനുള്ള ശക്തി നമ്മൾ തന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യമനുസരിച്ച് വേണ്ട ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ തളർച്ച ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നീട് മറ്റു പല അസുഖങ്ങൾക്കും ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളിലും നഷ്ടങ്ങളിലും തളരാതെ മുന്നോട്ട് പോയതുകൊണ്ട് പലർക്കും അവരവർക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതിന് അവർക്ക് ഏറ്റവും സഹായകമായത് തളരാത്ത മനസ്സാണ്. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടി വന്നേക്കാം. അവിടെയൊക്കെ നമ്മൾക്ക് ആശ്വാസം നൽകുവാൻ നമ്മുടെ ഉള്ളിലെ തളരാത്ത മനസ്സിന് കഴിയട്ടെ. അധ്യായം 141. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിൽ നമുക്ക് തളർച്ചകളുണ്ടായെന്ന് വരാം. ഓരോ തളർച്ചകൾക്ക് പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടായേക്കാം. തളർച്ചകൾക്കുള്ള കാരണം കണ്ടെത്തി കൃത്യമായി പരിഹരിച്ചില്ലെങ്കിൽ പിന്നീട് തളർച്ചകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. തളർച്ചകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പല നേട്ടങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. തളർച്ചകൾക്കുള്ള അനുകൂല സാഹചര്യം ഒരുക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രമിക്കേണ്ടതുണ്ട്. തളർച്ചകൾക്കെതിരെ പോരാടാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. തളർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പലരും നമ്മളിൽ നിന്ന് ഒരു പക്ഷേ അകന്നേക്കാം. തളർച്ചകൾക്കെതിരെ പൊരുതിയാൽ മാത്രമാണ് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. തളർച്ചകൾ പല സാഹചര്യത്തിലും കടന്നു വന്നേക്കാം. തളർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന തളർച്ചകളെ ശരിയായ വിധത്തിൽ നേരിടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മളെക്കാൾ കഷ്ടത്തിൽ ജീവിച്ചവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളെ തളർച്ചകളെ ശരിയായ വിധത്തിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് നേട്ടങ്ങൾ കൈവരിച്ചത് നമ്മളിൽ പലർക്കും വളരെയേറെ പ്രചോദനം നൽകുന്നവയാണ്. നമ്മുടെ സാഹചര്യം എത്ര മോശമായിക്കൊള്ളട്ടെ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം ധീരമായി ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മളെല്ലാവർക്കും തളരാത്ത മനസ്സുണ്ടാവേണ്ടതുണ്ട്. എല്ലാവർക്കും തളരാത്ത മനസ്സുമായി തളർച്ചകൾക്കെതിരെ പൊരുതിക്കൊണ്ട് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. അധ്യായം 142. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർന്നു പോകാത്ത മനുഷ്യർ നമ്മൾക്കിടയിൽ ആരാണുള്ളത്? നമ്മൾ ഓരോരുത്തർക്കും ഒരുപക്ഷെ വിഷമിക്കാൻ നിസ്സാര കാരണം മതി. നമ്മുടെയൊക്കെ ഓരോ തളർച്ചയ്ക്ക് പിന്നിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും. ഒരു സാധാരണ മനുഷ്യന് അവരുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറം ഭാരം താങ്ങേണ്ടി വന്നാൽ സ്വാഭാവികമായും തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അനാവശ്യമായി കേൾക്കേണ്ടി വരുന്ന കുറ്റപ്പെടുത്തലുകൾ, നമ്മുടെയൊക്കെ മനസ്സിനെ മുറിപ്പെടുത്തുകൊണ്ടുള്ള മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം, മോശമായ പെരുമാറ്റം എല്ലാം ഒരുപക്ഷെ തളർന്നു പോകാനുള്ള ഓരോരോ കാരണങ്ങളാണ്. എത്രയോ വ്യക്തികളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകളെ ധീരമായി നേരിട്ടുകൊണ്ട് പിൽക്കാലത്തോ വിജയം നേടിയിട്ടുള്ളത്. പരാജയങ്ങൾ നമ്മൾക്ക് തളരാൻ ഉള്ളതാകാതെ മുന്നോട്ട് വളരാൻ, തിരിച്ചറിവ് നേടാൻ, വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്നതിന് സഹായിക്കുന്നതാകട്ടെ. വർഷങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയതൊക്കെ നിമിഷനേരം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും തളർച്ചകൾ നമുക്കൊക്കെ നേരിടേണ്ടി വന്നേക്കാം. തളർച്ചയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവാക്കുകളാണ്, സഹായങ്ങളാണ്, നമ്മൾക്ക് നമ്മളിലുള്ള ആത്മവിശ്വാസമാണ്. ഓരോ തളർച്ചകളും നമ്മൾക്ക് ഒത്തിരി വേദനകൾ സമ്മാനിക്കുന്നുണ്ട്. തളർച്ചകൾക്കുണ്ടാകുന്ന കാരണങ്ങൾ കണ്ടെത്തി ശരിയായ വിധത്തിൽ പരിഹരിച്ചാൽ മാത്രമേ ഒരു പക്ഷേ മുന്നോട്ട് കാര്യമായ വളർച്ച നേടാൻ കഴിയുകയുള്ളൂ. നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മളെക്കാൾ അധികമായി വിഷമിച്ച സാഹചര്യത്തെ നേരിട്ട ഒത്തിരി മനുഷ്യരെ കാണാം. അവരൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ തളരാതെ കരുത്തോടെ മുന്നോട്ട് പോയി. എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊരിക്കലും പഴയതുപോലെ ഉയർച്ചകൾ ഉണ്ടാകില്ലെന്ന് കരുതിയെടുത്തു നിന്നും നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി പഴയതിനേക്കാൾ കൂടുതൽ വിജയം നേടിയെടുത്ത ഒത്തിരി ആളുകളുണ്ട്. നാളുകളിൽ നമ്മൾക്ക് ആപത്ത് വരുമ്പോൾ ഓടിയെത്തി സഹായിക്കേണ്ടവരായിരിക്കാം നമ്മുടെ ചുറ്റിലുമുള്ളവർ. അവർക്ക് വേദന ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ തളർച്ചകളിൽ താങ്ങാകാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിവിനൊത്ത് സാധിക്കട്ടെ. ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം ഒരു അനുഗ്രഹമായി കാണുക. ഈ നിമിഷം നമ്മൾ ഭൂമിയിലായിരിക്കുക നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം അല്ലല്ലോ. ഏതോ തളർച്ചകളെ നേരിടാൻ മാനസികമായ ശക്തിയാണ് ഏറ്റവും അധികമായി ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. പണം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. നമ്മളിൽ പലരും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തളരാൻ കാരണം സാമ്പത്തികം ആവശ്യത്തിനില്ല എന്നതായിരിക്കാം. സാധാരണഗതിയിൽ മുന്നോട്ട് പോകുവാൻ ഒന്നുമില്ലാഞ്ഞിട്ട് കൂടി ധൈര്യമായി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അവരൊക്കെ മാനസികമായി കരുത്ത് നേടി മുന്നോട്ട് പോകുന്നു. പരാജയങ്ങളിൽ തളരാതെ മുന്നേറിയത് കൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങളും വിജയിച്ചതും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന
പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നമ്മൾക്കിപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് മറക്കാതിരിക്കുക. നമ്മൾ എന്തോ നല്ല കാര്യം ചെയ്താലും തളർത്താൻ ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റിലും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. നമ്മൾ അതിനെയെല്ലാം ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് നിരന്തരം ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതം ക്ഷണികമാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ടു ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകൾക്കായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ മനക്കരുത്തുകൊണ്ട് അതിജീവിക്കുക. നിൻ്റെ പരിശ്രമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുത്തു പകരട്ടെ. ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും തളരില്ല. നല്ല കാര്യങ്ങൾക്കായി മുന്നോട്ട് ഊർജ്ജസ്വലതയോടെ നേട്ടങ്ങൾക്കായി നിരന്തരം പരിശ്രമിക്കുമെന്ന് സ്വയം പറയാൻ, അതോടൊപ്പം പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. 143 നമ്മൾ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് താരതമ്യം ചെയ്തുകൊണ്ടാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പല കാര്യത്തിലും ഒരുപക്ഷെ സങ്കടപ്പെടേണ്ടതായി വന്നേക്കാം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരെ പോലെ ആകാനായി സ്വന്തം സാഹചര്യം മറന്ന് പ്രവർത്തിച്ചാൽ പിന്നീട് അതിൻ്റെ പേരിൽ ഒരുപക്ഷെ സങ്കടപ്പെടുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. നമ്മുടെ കഴിവുകളും ജീവിത സാഹചര്യവും മറ്റുള്ളവരുടെ കഴിവുകളും ജീവിത സാഹചര്യവുമായിട്ട് തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ നമ്മുടെ കഴിവുകളെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പല കാര്യത്തിലും താരതമ്യ പഠനം ഉപകാരപ്പെട്ടേക്കാം. ഓരോ ഉൽപ്പന്നവും വാങ്ങുന്നതിന് മുൻപായി ആ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെയും ഗുണമേന്മയുടെയും കാര്യങ്ങൾ അതിവിഭാഗത്തിലുള്ള മറ്റു ഉൽപ്പന്നങ്ങളായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള താരതമ്യമാണ് ഏത് ഉൽപ്പന്നം വാങ്ങിയാലാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക എന്ന തീരുമാനത്തിലെത്തുവാൻ സാധിക്കുക. പല സേവനങ്ങളും തിരഞ്ഞെടുക്കുന്നത് വേണ്ടതുപോലെ താരതമ്യ പഠനം നടത്തിക്കൊണ്ടാണ്. താരതമ്യ പഠനം പല കാര്യത്തിലും നമ്മൾക്ക് ആവശ്യമാണ്. വിജയിയുടെയും പരാജയപ്പെട്ടവരുടെയും ജീവിത രീതി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിജയിക്കാനുണ്ടായ സാഹചര്യവും പരാജയപ്പെടാനുള്ള സാഹചര്യവും എളുപ്പം മനസ്സിലാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. താരതമ്യം വേണ്ട സാഹചര്യങ്ങൾ താരതമ്യം ചെയ്യാനും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ താരതമ്യം ഒഴിവാക്കാനും കഴിയട്ടെ. അനാവശ്യ താരതമ്യം നമ്മുടെ സന്തോഷത്തെ സമാധാനത്തെ ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കാം. ആവശ്യമില്ലാത്ത താരതമ്യം ഒഴിവാക്കാൻ പഠിക്കുക. താരതമ്യം കൊണ്ടുള്ള നല്ലതും മോശമായതുമായ വശങ്ങൾ തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ താരതമ്യം ചെയ്യാനും ആവശ്യമില്ലെങ്കിൽ താരതമ്യം ഒഴിവാക്കാനും നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യായം 144 നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികം മാത്രമാണ്. മരണത്തിലൂടെ ഈ ലോകവുമായിട്ടുള്ള മരിച്ച വ്യക്തികളുടെ ബന്ധം എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും വളരെയേറെ വേദന നിറഞ്ഞ സാഹചര്യത്തിലൂടെയൊക്കെ പലപ്പോഴും കടന്നു പോകേണ്ടി വന്നേക്കാം. ഒരാൾക്ക് അപ്രതീക്ഷിത സാഹചര്യത്തിലൂടെ അനുഭവിക്കേണ്ട ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റൊരാൾക്ക് പകരം ഏറ്റുവാങ്ങാൻ കഴിയില്ലല്ലോ. നമ്മൾ നേടിയത് എല്ലാം നമ്മളിൽ നിന്നും ഒരിക്കൽ നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും പലപ്പോഴും താൽക്കാലികമാണ്. തെറ്റിദ്ധാരണയുടെ പുറത്ത് പല ബന്ധങ്ങളും ഒരു പക്ഷേ ഇല്ലാതായേക്കാം. താൽക്കാലിക സുഖത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതും ഒഴിവാക്കേണ്ടതുമുണ്ട്. ഈ ലോകത്തുള്ള ഒന്നും സ്ഥിരമല്ല. നമ്മൾ ചെലവഴിക്കുന്ന ഓരോയിടവും അടുത്ത നിമിഷം മറ്റാരുടെയെങ്കിലും ആകാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖവും ദുഃഖവും എല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തുള്ള കുറച്ചും പേർക്ക് സുഖ സൗകര്യങ്ങളും കുറച്ച് പേർക്ക് വളരെയേറെ കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. ഇന്ന് സുഖത്തിൽ കഴിയുന്നവർക്ക് ഒരു പക്ഷേ ഇന്നലകളിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലമുണ്ടായിട്ടുണ്ടാവാം. അവരൊക്കെ ആ കാലത്തിൽ നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറായതുകൊണ്ടാകാം അവരുടെ ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് സന്തോഷത്തിൻ്റെ നാളുകൾ വന്നു ചേർന്നത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യം എത്ര മോശമായിക്കൊള്ളട്ടെ, ഇന്നത്തെ നമ്മുടെ സാഹചര്യം താൽക്കാലികമാണെന്ന് വിശ്വസിക്കുക. മോശമായ സാഹചര്യത്തെ അതിജീവിക്കാനായി പരിശ്രമിക്കുക. നമ്മൾക്ക് സന്തോഷം നൽകിയ പലതും എന്ന് നമ്മളിൽ നിന്നും ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. നഷ്ടങ്ങളിൽ തളരാതെ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. ഈ ലോകത്ത് നമ്മൾ അല്ലാതെ എന്തും താൽക്കാലികമായിട്ട് പല സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടേക്കാം. ഏത് സാഹചര്യത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവ് നേടാൻ കഴിയട്ടെ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ തന്നെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. നമ്മളിലുള്ള നല്ല മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ. അധ്യായം 145 എന്ത് കാര്യവും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുക താല്പര്യത്തോടെ ചെയ്യുമ്പോഴാണ്. എന്ത് കാര്യവും പഠിക്കണമെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യം ഉണ്ടാകണമല്ലോ. അതിയായ താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് തടസ്സങ്ങളെയെല്ലാം ശരിയായ വിധത്തെ തരണം ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കുക. എഴുത്തിനോട്, വായനയോട്, ചിത്രം വരയ്ക്കുന്നതിനോട്, പാട്ട് പാടുന്നതിനോട്, ഡാൻസ് കളിക്കുന്നതിനോട്, സിനിമ TV ഷോകൾ കാണുന്നതിനോട്, യാത്ര ചെയ്യുന്നതിനോട്, ഷോപ്പിംഗ് ചെയ്യുന്നതിനോട്, ചെടികൾ നട്ടുപരിപാലിക്കുന്നതിനോട്, ഭക്ഷണം കഴിക്കുന്നതിനോട് തുടങ്ങി ഒത്തിരി താല്പര്യമുള്ള അനവധി കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കൺമുൻപിൽ ഉണ്ടല്ലോ. നമ്മൾക്കുണ്ടാകുന്ന എല്ലാ താല്പര്യങ്ങളും സഫലമാക്കാനും സാഹചര്യത്തിൻ്റെ പരിമിതികൾ കാരണമല്ല എപ്പോഴും സാധിച്ചെന്ന് വരില്ലല്ലോ. എന്തു കാര്യത്തിലായാൽ പോലും താല്പര്യം മാത്രം ഉണ്ടായാൽ പോരാ. താല്പര്യം നേടിയെടുക്കാൻ നേരായ വഴിക്ക് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വളർച്ചയില്ലായ്മ ചെയ്യുന്ന താല്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുന്ന താല്പര്യം ചിലപ്പോഴൊക്കെ നമ്മൾക്കുണ്ടായെന്ന് വരാം. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ താല്പര്യങ്ങൾക്ക് മേൽ മറ്റുള്ളവരുടെ നിയന്ത്രണം ഉണ്ടായെന്ന് വരാം.
പലർക്കും അവരവരുടെ താല്പര്യങ്ങളെ ജീവിത സാഹചര്യ നിമിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ ഓരോ വിഷയത്തിലുമുള്ള താല്പര്യങ്ങളെയും കാലത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. ഇന്ന് നമ്മൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നാളെകളിൽ താല്പര്യമുണ്ടാകണമെന്ന് യാതൊരു ഉറപ്പും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾക്ക് ഓരോ കാലത്തിനും അനുസരിച്ച് താല്പര്യം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒത്തിരി സംഭവങ്ങൾ പല സാഹചര്യത്തിലും ഉണ്ടായെന്ന് വന്നേക്കാം. മറ്റുള്ളവരോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വേണ്ടപ്പെട്ടവരുടെ സഹായം തേടുക. താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് വേണം മറ്റു പലർക്കും മുന്നോട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ. ആയതുകൊണ്ട് എത്ര വേഗം മറുപടി കൊടുത്താൽ സമയം നഷ്ടപ്പെടുത്താതെ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമല്ലോ. ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ ശരിയായ താല്പര്യം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരേ കാര്യം തന്നെ കുറേ സമയം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ടാകുമല്ലോ. അല്പം വിശ്രമം ആവശ്യമാണ്. ഏതു കാര്യത്തിലായാലും താല്പര്യം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കുള്ള അമിതമായ താല്പര്യം നിയന്ത്രണ വിധേയമാക്കണം. താല്പര്യമുണ്ടെന്ന് കരുതി എന്തും അമിതമായ അപകടകരമായ അവസ്ഥ ഒരു പക്ഷേ നേരിടേണ്ടി വന്നേക്കാം. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും താല്പര്യത്തിന് പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ടാകും. ആദ്യമൊക്കെ താല്പര്യമില്ല എന്ന് പറയുന്നവർ തന്നെ താല്പര്യമാണെന്ന് പറയുന്ന സാഹചര്യവും, ആദ്യമൊക്കെ താല്പര്യമുണ്ടെന്ന് പറയുന്നവർ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്ന സാഹചര്യവും നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടുണ്ടല്ലോ. എന്ത് കാര്യവും താല്പര്യത്തോടെ ചെയ്യുമ്പോഴാണ് ആത്മസംതൃപ്തി ഒരു പക്ഷേ കൂടുതലായി ലഭിക്കുക. നമ്മുടെ നല്ല ലക്ഷ്യം നേടിയെടുക്കാനുള്ള താല്പര്യം പ്രതിസന്ധികൾക്ക് മുന്നിൽ പോലും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നേരായ വഴിക്ക് അധ്വാനിക്കാൻ താല്പര്യമുണ്ടായേ തീരൂ. അലസത ഉപേക്ഷിച്ചു നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മളിൽ നല്ല താല്പര്യം ഉണ്ടാകട്ടെ. ഓരോരുത്തർക്കുമുള്ള താല്പര്യം ശരിയായ വിധത്തിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അധ്യായം 146. നമ്മൾ നാളിതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ്? കാലം കടന്നു പോയപ്പോൾ അതനുസരിച്ചോ നമ്മളിലുണ്ടായിരുന്ന നല്ല ശീലങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട എത്ര നല്ല കാര്യങ്ങളാണ് ഒരു പക്ഷേ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്? നന്നായി പഠിക്കുന്നതും നന്നായി ജോലി ചെയ്യുന്നതും നന്നായി മറ്റുള്ളവരോട് പെരുമാറുന്നതുമെല്ലാം നല്ല കാര്യങ്ങളാണല്ലോ. സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ കൂടിയും നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കാം. അത് അവരുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് ആരെയും വേദനിപ്പിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കൂടുതലായി ആലോചിച്ച് മാത്രം തീരുമാനത്തിലെത്തുക. നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റിൽ നടക്കുന്നത്? എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര നല്ലതാകുമായിരുന്നു. നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർക്കുന്നത് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പറയാൻ സാധിച്ചാൽ എത്ര നല്ല കാര്യമായിരിക്കും. എല്ലാവർക്കും സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 147. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എങ്കിൽ തിരുത്താൻ തയ്യാറാവേണ്ടതുണ്ട്. തെറ്റിന് തന്നെ തുടർന്നാൽ ഒരിക്കലും നമ്മൾക്ക് ശരികളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്നലകളിൽ നമ്മളിൽ പലരും ശരികളെന്ന് കരുതിയതൊക്കെ കാലം തെറ്റായിരുന്നുവെന്ന് തെളിയിച്ചു നൽകിയേക്കാം. തെറ്റുകൾക്ക് ഒരിക്കലും അതേ കാലം ആയുസ്സുണ്ടാവില്ല. തെറ്റുകളെ കൂട്ടുപിടിച്ച് എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒരു നാൾ അതൊക്കെ നിലംപൊത്തുക തന്നെ ചെയ്യും. തെറ്റുകളൊക്കെ കൂട്ടുന്നതിനാൽ ഒരിക്കലും സന്തോഷവും സമാധാനവും കിട്ടണം എന്നില്ല. നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് തെറ്റുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇടവരരുത്. നമ്മൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്താതിരുന്നാൽ മുന്നോട്ട് തെറ്റിൻ്റെ വഴിയെ തന്നെ പലരും പോയെന്ന് വന്നേക്കാം. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തെറ്റുകൾ മറയ്ക്കാൻ മറ്റൊരു തെറ്റ്, അങ്ങനെ തെറ്റുകൾ തിരുത്താൻ തെറ്റുകൾ ഓരോന്നും കൊണ്ടുവന്നാൽ പോലും ഒരു നാൾ തെറ്റുകളെല്ലാം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം ഒരു നാൾ എല്ലാവർക്കും മനസ്സിലാകും. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ശരികളുമായി മാത്രം മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 148. ജീവിതത്തിൽ നമ്മൾക്ക് പല സാഹചര്യത്തിലും തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനം ശരിയും തെറ്റുമാകാം. തെറ്റായ തീരുമാനം നമ്മൾക്ക് സങ്കടങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമായേക്കാം. നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. പല സാഹചര്യത്തിലും തീരുമാനമെടുക്കാൻ വൈകരുത്. ഒരു ജീവൻ്റെ വിലയുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനത്തിന്. ഇന്ന് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനം ഭാവിയെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നാളെ ആരാക്കണമെങ്കിലും അത് ഇന്നേ തീരുമാനിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും വേണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് കാലമാണ് തീരുമാനിക്കുക. ശരിയാണെന്ന് കരുതിയ പല തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്ന് നാളുകൾ കഴിഞ്ഞായിരിക്കും പലപ്പോഴും തിരിച്ചറിയുക. പല സാഹചര്യത്തിലും തീരുമാനമെടുക്കാൻ വൈകാതെ ആവശ്യമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഉടനടി തന്നെ തീരുമാനമെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അധ്യായം 149. എന്തു കാര്യത്തിനും തുടക്കമുണ്ടാവേണ്ടതുണ്ടല്ലോ. എല്ലാവരും അവരുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കമുണ്ടാവാനാണ് ആഗ്രഹിക്കുക. പഠന മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ, അങ്ങനെ പലയിടത്തായി നമ്മളൊക്കെ പലപ്പോഴും തുടക്കം കുറിക്കാറുണ്ട്. ഗംഭീരമായി തുടക്കം കുറിക്കുന്ന പലതും ഒരു പക്ഷേ അധികം ആയുസ് ഉണ്ടാവാറില്ല. അതിന് പിന്നിൽ പല കാരണങ്ങളും കാണും. ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ നല്ലൊരു തുടക്കം ആവശ്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തുടക്കമിട്ട പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകാറുണ്ട്. പരാജയത്തിൽ
നിരാശപ്പെട്ട് സമയം പാഴാക്കാതെ തന്നെക്കൊണ്ട് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുക. ഒരു മല കയറാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരു കാൽ മുന്നോട്ട് വയ്ക്കാതെ സാധിക്കില്ലല്ലോ. മറ്റുള്ളവർ കളിയാക്കും, വിമർശിക്കും, കുറ്റപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾക്ക് ആർക്കും ഒരു കാര്യത്തിലും ഒരു പക്ഷേ നല്ലൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. റോഡിൽ മരം വട്ടം വീണ് കിടന്നു. റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ വന്ന ഒരു കൊച്ചുകുട്ടി ആ മരം അവിടെ നിന്ന് മാറ്റാൻ തൻ്റെതായ ശ്രമം നടത്തി. ഒടുവിൽ മറ്റുള്ളവരും ആ കുട്ടിയുടെ കൂടെ മരം മാറ്റാൻ സഹായത്തിന് നിന്നു. ഒടുവിൽ ഒത്തിരി പേരുടെ പരിശ്രമം കൊണ്ട് മരം റോഡിൽ നിന്ന് നീക്കി. ആ കുട്ടി തുടക്കം കുറിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഒരുപാട് സമയം കൂടി റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടന്നതിന്. അവിടെ കൂടി നിന്ന ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ആ കൊച്ചുകുട്ടിക്ക് കഴിഞ്ഞു. പലപ്പോഴും മുൻപോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മുടെ തെറ്റായ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. നമ്മുടെ മനസ്സ് നമ്മളോട് ഒരു പക്ഷേ പറയാൻ ശ്രമിക്കും, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖപ്രദമായ അവസ്ഥകൾ നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ. കഷ്ടപ്പെട്ട് വിജയം നേടിയെടുത്ത ഒരുപാട് ആളുകൾ അവർ ഒരു പക്ഷേ മടി വിചാരിച്ചിരുന്നു എങ്കിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ചെടി വളർന്നു വൻ വൃക്ഷമായി ഫലങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ ചെടി മണ്ണിൽ നടേണ്ടതുണ്ട്. പിന്നീട് ചെടിക്ക് വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. ചെടി നടാതെ ഫലം വേണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ത് കാര്യത്തിലും തുടക്കം കുറിക്കാൻ എളുപ്പമായിരിക്കും, അത് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് കഷ്ടപ്പാട്. ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന നല്ല ലക്ഷ്യങ്ങൾക്കായി തുടക്കം കുറിക്കാൻ, ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 150. ഓരോ നേട്ടവും നമ്മൾക്ക് സ്വന്തമാക്കാൻ നമ്മൾ എന്തെങ്കിലും തുടങ്ങിയേ പറ്റുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നാളിതുവരെയായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും പരാജയപ്പെട്ടു അവസാനിച്ചിട്ടുമുണ്ട്. നമ്മൾ ഓരോ കാര്യവും തുടങ്ങുന്നത് വളരെയേറെ ശുഭപ്രതീക്ഷയോടെയാണ്. പക്ഷേ പല പ്രതികൂല സാഹചര്യവും നമ്മുടെ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ഒരു പക്ഷേ ബാധിച്ചേക്കാം. എന്ത് കാര്യവും തുടങ്ങാൻ എളുപ്പമായിരിക്കും, പക്ഷേ എങ്കിൽ അതിൽ തുടർന്ന് പോകാൻ അല്പമെങ്കിലും പ്രയാസപ്പെടേണ്ടി വന്നേക്കാം. തുടങ്ങുക എന്നത് വളരെയേറെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ്. എല്ലാവർക്കും അവരുടെ ജീവിതം രക്ഷപ്പെടുന്നതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങേണ്ടി വരും. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വിജയിച്ചാൽ അത് മറ്റുള്ളവർക്കും തുടങ്ങാനുള്ള പ്രചോദനമാകും. നമ്മൾ തുടക്കമിടുന്നത് നല്ലത് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രമായിരിക്കരുത് നമ്മൾ ഓരോ കാര്യവും തുടങ്ങേണ്ടത്. നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് ആഗ്രഹമുണ്ടാകണം തുടങ്ങണമെന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ചെയ്യുന്ന കാര്യം നിർത്തൽ ആക്കേണ്ടി വന്നേക്കാം. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നതിനായി പുതിയ കാര്യങ്ങൾ ശരിയായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടങ്ങാൻ സാധിക്കട്ടെ.